നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA ഭരണകാലത്ത് നടന്ന വൻ കുംഭകോണങ്ങൾ രാഷ്ട്രീയ ആയുധമാക്കി അധികാരത്തിൽ വന്നവർ അതേ അഴിമതിക്ക് കൂട്ടുനിന്നുവെന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത്. UPA ഭരണകാലത്ത് 1,86,000 കോടി രൂപയുടെ കൽക്കരി ലേല അഴിമതി നടന്നുവെന്നാണ് റിപ്പോർട്ട്. കൽക്കരിയുടെ കരിപുരണ്ട അഴിമതി ഭരണം അവസാനിപ്പിച്ച് രാജ്യത്തെ വെളിച്ചത്തിലേക്ക് നയിച്ചുവെന്ന് അവകാശപ്പെടുന്നവർ ചെയ്തു കൂട്ടിയതെന്താണ്? കൽക്കരി ലേല അഴിമതി ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്തും നടന്നുവെന്നാണ് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് അവകാശപ്പെടുന്നത്. ഈ വലിയ ആരോപണത്തിന് ഉപോത്ബലകമായി റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് പുറത്തുവിട്ടിരിക്കുന്നത് 2 BJP MPമാരുടെ കത്തുകളാണ്. ഇപ്പോൾ കേന്ദ്രമന്ത്രിമാരായ RK സിംഗും മലയാളിയായ രാജീവ് ചന്ദ്രശേഖറുമാണ് കൽക്കരി ലേലത്തിൽ ആശങ്കയറിയിച്ച് കേന്ദ്ര സർക്കാരിന് കത്തെഴുതിയത്, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. ഒന്നാം മോദി ഭരണത്തിന് കീഴിൽ നടന്നുവെന്ന് പറയുന്ന ഈ അഴിമതിയുടെ രേഖകൾ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് പുറത്തുവിട്ട് ദിവസങ്ങൾ പിന്നിട്ടു. 2 ദിവസമെങ്കിലുമായി കാണും. പക്ഷേ ഇതുവരെ കേന്ദ്ര സർക്കാർ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഈ വിഷയം ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി പങ്കെടുക്കുന്നത് CPIM പ്രതിനിധി ഡോക്ടർ A. സമ്പത്ത്, കോൺഗ്രസ് പ്രതിനിധി നിജേഷ് അരവിന്ദ്, വലതുപക്ഷ നിരീക്ഷകൻ മിഥുൻ വിജയകുമാർ, മാധ്യമപ്രവർത്തകൻ M. പ്രശാന്ത്. ആദ്യം ശ്രീ മിഥുൻ വിജയകുമാറിലേക്കാണ്. വലതുപക്ഷ നിരീക്ഷകനാണ്. ശ്രീ മിഥുൻ വിജയകുമാർ, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA ഭരണകാലത്ത് നടന്ന വൻ കുംഭകോണങ്ങൾ ഒരു ആയുധമാക്കിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ കൽക്കരി കുംഭകോണമായിരുന്നു. 1,86,000 കോടിയുടെ ക്രമക്കേട് അവിടെ നടന്നു എന്ന് CAG റിപ്പോർട്ട് പുറത്തു വന്നു. അതിന്മേൽ കൊടുമ്പിരി കൊണ്ട രാഷ്ട്രീയ വിവാദങ്ങൾക്കൊടുവിലാണ് മോദി സർക്കാർ അധികാരത്തിൽ വരുന്നത്. പക്ഷേ മോദി അധികാരത്തിൽ വന്ന് ഈ കൽക്കരി കുംഭകോണത്തെ തെരുവിലുടനീളം കോൺഗ്രസിനെതിരെ ഒരു ആയുധമായി പ്രയോഗിച്ച് നിങ്ങൾ അതേ സമയം തന്നെ മോദി സർക്കാരിൻ്റെ ആദ്യകാലത്ത് തന്നെ ഇതേ കൽക്കരി നയം ഈ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പിന്തുടരുന്ന അവസ്ഥയുണ്ടായി. എന്താണ് പറയാനുള്ളത്? നോക്കൂ, ഒന്നാമത്തെ കാര്യം, രാജ്യം ഈ സമയത്ത് വെസ്റ്റ് ബംഗാളിൽ നടക്കുന്ന ഇത്രയും വലിയൊരു അക്രമങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ ഇവിടെ നമ്മൾ മറ്റെന്തോ ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് എന്ന് പറയുന്ന ഏതോ ഒരു സ്ഥാപനം അവരുടെ എഡിറ്റോറിയൽ ഇൻഫർമേഷൻ നോക്കുകയാണെങ്കിൽ ഒന്നും നമുക്കറിയില്ല. അവരുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു 4 ലക്ഷം ഡൊണേഷൻ കുറവുണ്ട്, ഒന്ന് ഡൊണേറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുന്ന ഒരു പോപ്പപ്പ് മെസ്സേജാണ് ആദ്യം തന്നെ നിങ്ങൾ കാണുക. ഇവരുടെ ഫണ്ടിങ് മെക്കാനിസം എന്താണെന്ന് നമുക്കറിയില്ല. അങ്ങനെയുള്ള ഏതോ ക്രെഡിബിൾ അല്ലാത്തൊരു സോഴ്സ് ഒരു കാര്യം പുറത്തേക്ക് വിടുന്നു. അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് അൽ ജസീറ അല്ലെങ്കിൽ വയർ പോലുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നു. കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ കൈരളിക്കാണ് അതിൽ താല്പര്യ വിഷയം ചർച്ച ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ ഒരു ശ്രദ്ധ തിരിച്ചു വിടാൻ വേണ്ടി മാത്രം, അതായത് ഇതിനെ മറ്റൊരു ലെവലിൽ ഇതൊരു പൊളിറ്റിക്കൽ ഡിബേറ്റിലേക്ക് കൊണ്ടുപോകുന്നത് മൗവാ മൊയ്ത്രയാണ്. ഇപ്പോൾ മൗവാ മൊയ്ത്രയുടെ വിഷയം നമുക്കറിയാം. അപ്പോൾ TMCയുടെ മേലിപ്പോൾ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങളെല്ലാം തന്നെ മാറ്റിമറയ്ക്കാൻ വേണ്ടിയിട്ട്, അതിനെ ശ്രദ്ധ തിരിച്ചു വിടാൻ വേണ്ടിയിട്ട് ഒരു ഡൈവേഷണറി ടാക്ടിക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വിക്ടിംസ് ആയിക്കൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളാണെങ്കിലും മറ്റു ചില മാധ്യമങ്ങളൊക്കെ ആണെങ്കിലും അതിന് സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ വിക്ടിംസ് ആകുമോ എന്നറിയില്ല. പക്ഷേ ഈ വിഷയം വലിയ സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇവിടെ നടന്ന ഒരു പ്രശ്നം? ഒന്നാമത്തെ കാര്യം, ഇവിടെ രാജീവ് ചന്ദ്രശേഖറിൻ്റെയും ഒരു കേന്ദ്രമന്ത്രിയുടെയും പേരൊക്കെ എടുത്ത് പറയുന്നുണ്ട്. ഇവരുടെ അടുത്തുനിന്ന് ഏതെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ വന്നോ, അല്ലെങ്കിൽ ഇവരെ അപ്രോച്ച് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചില്ലേ? ഇവരോട് ചോദിക്കാമല്ലോ നേരിട്ട്, നിങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നോ? ആ റിപ്പോർട്ട് അവർ എന്തുകൊണ്ട് ഫോളോ ചെയ്തില്ല? കാരണം ഇവിടെ നിങ്ങൾ പറഞ്ഞത് അവർ പറഞ്ഞ കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ട് സംഭവിച്ച ചില പ്രശ്നങ്ങളാണ്. ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? 2014 മുമ്പ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ 2014 ശേഷം എങ്ങനെയായിരുന്നു? ഈ 2 കമ്പാരിസൺ നടത്തിയാൽ മാത്രം മതിയല്ലോ. അപ്പോൾ 2014 മുമ്പ് ഒരു സ്ക്രീനിങ് കമ്മിറ്റി ആയിരുന്നു ഈ കോളുമായി ബന്ധപ്പെട്ട കോൾ ബ്ലോക്ക് അലൊക്കേഷൻ മൊത്തം നടത്തിക്കൊണ്ടിരുന്നത്. 2014 ശേഷം സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം ഈ മോദി സർക്കാർ അതിലൊരു അമെൻമെൻറ്റ് വരുത്തി, ആക്ടിലൊരു അമെൻമെൻറ്റ് വരുത്തി.
കോൾ അലൊക്കേഷൻ പ്രോസസ്സ് കൂടുതലും ഒരു ഓപ്ഷനിങ്ങിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഓപ്ഷനിങ് വഴിയാണ് ഇപ്പോൾ ഫുൾ അതിൻ്റെ ഒരു അലൊക്കേഷൻ നടക്കുന്നത്. അപ്പോൾ അത്രയ്ക്കൊരു വലിയൊരു ട്രാൻസ്പെറൻസി അത്തരത്തിൽ ഈ 2015 ഈ ഓപ്ഷൻ പോളിസി നടപ്പിലാക്കി എന്ന് പറയുന്നു. UPA സർക്കാരിൻ്റെ നിന്ന് വിഭിന്നമായി ഒരു സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ നിന്ന് വിഭിന്നമായി ഓപ്ഷൻ ലെവലിലേക്ക് ഇത് മാറ്റി എന്ന് പറയുന്നു. പക്ഷേ 2015 ആയപ്പോഴത്തേനും എന്തിനാണ് ഇത്തരത്തിൽ RK സിംഗും അതുപോലെ രാജീവ് ചന്ദ്രശേഖരനുമൊക്കെ ഇത് ശരിയല്ല, ഇങ്ങനെ കോൾ അലോക്കേഷൻ നടത്തുന്നത് ശരിയല്ല, ഇതിൽ ക്രമക്കേടുണ്ട്, ഇത് വലിയ അഴിമതിയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് എന്ന് കാണിച്ചുകൊണ്ട് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർക്ക് പ്രധാനമന്ത്രിക്കടക്കം കത്ത് നൽകുന്നൊരു സാഹചര്യം ഉണ്ടായില്ലേ? അതെന്തിനായിരുന്നു? കാരണം ഇതിപ്പോൾ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് എന്ന സംഘടന പുറത്തുവിട്ടതനുസരിച്ചുള്ള വിവരങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. പക്ഷേ ഇത്തരത്തിൽ ഈ അന്നത്തെ 2 BJP MP-മാർ ഈ കേന്ദ്ര സർക്കാരിനെ എഴുതി എന്ന് പറയുന്ന ഈ കത്തുകൾ അതുപോലെ നിലനിൽക്കുകയല്ലേ? അല്ല, ആ കത്തുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഈ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ക്രെഡിബിലിറ്റി എന്താണ്? അവരെവിടെ നിന്നാണ് ഈ ഇൻഫർമേഷൻ ആക്സസ് ചെയ്തത്? അവരുടെ ക്രെഡിബിലിറ്റി അവിടെ നിൽക്കട്ടെ മിഥുൻ, അവരുടെ ക്രെഡിബിലിറ്റി അവിടെ നിൽക്കട്ടെ. ഈ വിവാദം നിങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട് വെസ്റ്റ് ബംഗാളിലെ പശ്ചിമ ബംഗാളിലെ വിവാദങ്ങൾ തണുപ്പിക്കാൻ വേണ്ടി മഹുവ മൊയ്ത്ര കൊണ്ടുവന്നതാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. ആ വാദം അവിടെ നിൽക്കട്ടെ. പക്ഷേ 2 കേന്ദ്രമന്ത്രിമാരുടെ പേരിലാണ് ഇത്തരത്തിൽ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് അവരുടെ കത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ വിസ്ഫോടനകരമായ ഒരു വാർത്ത പുറത്ത് കൊണ്ടുവന്നത്. പക്ഷേ അത്തരത്തിൽ നടന്നിട്ടില്ല എന്ന് ഈ കേന്ദ്രമന്ത്രിമാർ തന്നെ ആരും പറയുന്നില്ല. BJP-യിൽ നിന്ന് ഒരാൾ പോലും ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം ഈ മണിക്കൂറിൽ പോലും നടത്തിയിട്ടില്ല. അതെന്തുകൊണ്ടാണ്? നോക്കൂ, അവർ അങ്ങനെ ഒരു കത്ത് നൽകിയോ നൽകിയില്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. അത് വ്യക്തമായി അവർക്ക് തന്നെ പറയാൻ സാധിക്കുള്ളൂ. പക്ഷേ ഞാനിവിടെ പറയുന്നത് അങ്ങനെ ഒരു കത്ത് പോയി എന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ 2014 ശേഷം എന്തോ വലിയ കുഴപ്പം സംഭവിച്ചു എന്ന രീതിയിലാണല്ലോ ഈ ഡിസ്കഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2014 ശേഷം എന്താ സംഭവിച്ചതെന്നോട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണ്ടേ? കാരണം ഇതിനു മുമ്പ് കൽക്കരിയുടെ അലോക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു കമ്മിറ്റിയായിരുന്നു തീരുമാനമെടുത്തുകൊണ്ടിരുന്നത്. 2014 ശേഷം അതൊരു ഓപ്ഷനിങ്ങിലൂടെയാണ്, ഒരു വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് ഈ ഒരു അലോക്കേഷൻ നടക്കുന്നത്. അപ്പോൾ എന്തായി? അവിടെ ഒരു കോമ്പറ്റേറ്റീവ് ബിഡിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് ബിഡിംഗ് അവിടെ നടക്കുന്നുണ്ട്. മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഈ കമ്മിറ്റി തീരുമാനിക്കുന്ന ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനിക്ക് നേരിട്ടങ്ങ് എന്താ പറയുക ഈ കോൾ ബ്ലോക്ക് അലോക്കേറ്റ് ചെയ്യുകയാണ്. പക്ഷേ ഒരു കോമ്പറ്റേറ്റീവ് ബിഡിംഗ് ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിലൂടെ എന്താ പറയുക ഗവൺമെൻറ്റിന് അതിലൂടെ ലാഭം ഉണ്ടാകുന്നുണ്ട്. മുമ്പ് എങ്ങനെയായിരുന്നു? മുമ്പ് ഈ കമ്പനികൾ അല്ലെങ്കിൽ ഈ എന്താ പറയുക ഈ കമ്മിറ്റിയുടെ ഇഷ്ടപ്രകാരമുള്ള കമ്പനികൾ അവർക്ക് എന്താ പറയുക ഈ അലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവരൊരു വിലയങ്ങ് നിശ്ചയിക്കുകയാണ്. കാരണം അതിൽ പ്രത്യേകിച്ച് ഗവൺമെൻറ്റിന് ഒരു സേ ഇല്ലാത്തൊരു അവസ്ഥയാണ് അവിടെ. അപ്പോൾ ഇവിടെ ഏതാണ് കൂടുതൽ ട്രാൻസ്പെറൻ്റ് എന്ന് മാത്രം പരിശോധിച്ച് നോക്കിയാൽ പോരെ? അപ്പോൾ രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ 2014 മുമ്പുള്ള 2014 ശേഷമുള്ള താരതമ്യം ചെയ്യുമ്പോൾ ട്രാൻസ്പെറൻസി ആർക്കാണ് കൊണ്ടുവരാൻ സാധിച്ചത് എന്ന കാര്യമല്ലേ നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ അവിടെ രാജീവ് ചന്ദ്രശേഖർ ചരിത്രത്തിലേക്ക് പോകുന്നതുകൊണ്ടാണ് എൻ്റെ കയ്യിലും അതിൻ്റെ വളരെ കൃത്യമായൊരു ഡാറ്റയുണ്ട്. അതായത് 2014 ഇത്തരത്തിൽ ഒരു ഓർഡിനൻസ് കൊണ്ടുവരികയാണ്. നിലവിലുള്ള ആ രീതി മാറ്റിക്കൊണ്ട് ഒരു ഓപ്ഷനിലേക്ക് പോകുന്നു. പക്ഷേ ആ ഓപ്ഷനിൽ പ്രധാന ബെനഫിഷ്യറി ആരാണ് എന്നുള്ളതാണ് ഉയർന്നു വരുന്ന പ്രശ്നം. ഇത് 2014 ഒക്ടോബറിൽ ഇത്തരത്തിൽ ഒരു പദ്ധതി നടപ്പാക്കുന്നു. 2014 ഡിസംബറിൽ RK സിംഗ് MP ആയിരുന്ന RK സിംഗ് കേന്ദ്ര സർക്കാരിന് കത്തെഴുതുകയാണ്. ഇത് വലിയ ക്രമക്കേടുകൾക്കാണ് വഴിവെക്കുന്നത് എന്ന് കാണിച്ചുകൊണ്ട് കത്തെഴുതുന്നുണ്ട്. ഫിനാൻസ് മിനിസ്റ്റർക്കാണ് അദ്ദേഹം കത്തെഴുതുന്നത്. അതുപോലെ ഫെബ്രുവരിയിൽ 2015 ഫെബ്രുവരിയിൽ രാജീവ് ചന്ദ്രശേഖർ സമാനമായ ഒരു കത്ത് കോൾ മിനിസ്റ്റർക്ക് എഴുതുന്നുണ്ട്. ഇത് ധൃതി പിടിച്ച് നടപ്പാക്കിയ ഒരു നിയമനിർമ്മാണമാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഓർഡിനൻസ് കൊണ്ടുവന്നത് അങ്ങേയറ്റം ധൃതി പിടിച്ചാണ്. ഇതിൽ ദുരന്തമായേക്കാവുന്ന ഒരുപാട് സംഗതികൾ ഇതിലുണ്ട്. ഇതിൽ പുനഃപരിശോധന വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫെബ്രുവരി 2015 കത്തയക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ. പക്ഷേ നോക്കൂ, ഈ 2 പേരുടെയും വാദങ്ങൾ അവിടെ നിരാകരിക്കപ്പെടുന്നു. ഇതിനിടയിൽ 2015, 2016, 2017 ഈ വർഷങ്ങളെല്ലാം കടന്നു പോകുന്നു. വളരെ കൃത്യമായി ഒരു കമ്പനിക്ക്, അദാനി കമ്പനിക്ക് വളരെ കൃത്യമായി ഈ കൽക്കരി ലേലത്തിലൂടെ അവരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പിക്കുന്ന തരത്തിൽ 2020 വരെ ഈ പ്രോസസ്സ് നടക്കുന്നു എന്നാണ് നമ്മുടെ കയ്യിലുള്ള ടൈം ലൈൻ സൂചിപ്പിക്കുന്നത്. അതായത്
ആ, അങ്ങേയറ്റം താല്പര്യമുള്ള ഒരു കമ്പനിക്ക് വേണ്ടി എല്ലാ നിയമങ്ങളും വഴിമാറുന്നു, പുതിയൊരു രീതി എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നു. പക്ഷേ ബെനഫിഷ്യറി എന്ന് പറയുന്നത് ഒരേ ഒരു കമ്പനിയാണ്. അതാണ് ഈ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ സുപ്രധാന വാർത്ത എന്ന് പറയുന്നത്. അതായത് 2014 നടന്ന കൽക്കരി കുംഭകോണം അതേപോലെ തന്നെ UPA സർക്കാരിൻ്റെ കാലത്ത് നടന്നത് ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് അതേപോലെ നടന്നു എന്നാണ് ഈ രേഖകൾ പുറത്തുവിട്ടുകൊണ്ട് അവർ പറയുന്നത്. അല്ല, ഇത് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് പുറത്തുവിട്ട എന്തോ വലിയ സംഭവമൊന്നുമല്ല. ഈ വിഷയം ജയറാം രമേശ് ഇതിനു മുമ്പ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് പറഞ്ഞത് CBA ആക്ടിൻ്റെ സെക്ഷൻ 11 അമെൻഡ് ചെയ്തത് അദാനിക്ക് വേണ്ടി മാത്രമാണെന്നാണ്. പക്ഷേ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതിൻ്റെ പേരിലാണോ ഈ പറയുന്നത് ഈ ഒരു കമ്പനിയെ സ്വാധീനിക്കാൻ, ഈ ഒരു കമ്പനിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആ ഒരു അമെൻമെൻറ്റ് സെക്ഷൻ 11(1) അമെൻഡ് ചെയ്തത് എന്ന് പറയുന്നത്? എന്തിൻ്റെയെങ്കിലും അടിസ്ഥാനത്തിലാണോ? എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ അടിസ്ഥാനത്തിലല്ല. മാത്രമല്ല, അങ്ങനൊരു സെക്ഷൻ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓപ്പറേഷണൽ കണ്ടിന്യൂറ്റി, അതായത് ഓപ്ഷനിങ് സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറുമ്പോഴുണ്ടാവുന്ന ഒരു ട്രാൻസിഷൻ പീരീഡ്, ആ ട്രാൻസിഷൻ പീരീഡിൽ കോൾ പ്രൊഡക്ഷനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെക്ഷൻ ഉറപ്പ് വരുന്നത്. അപ്പോൾ അതിലെ പാരാമീറ്റേഴ്സിനെ മീറ്റ് ചെയ്യുന്ന ഒരു കമ്പനി അദാനി കമ്പനി ആയതുകൊണ്ട് മാത്രമാണ് അവർക്ക് ആ ബിഡ് കിട്ടിയത്. ഡോക്ടറെ സമ്പത്ത്, അങ്ങേക്കറിയാം ഈ UPA സർക്കാരിന്റെ കാലത്ത് നടന്ന ഈ കൽക്കരി കുംഭകോണം 1,86,000 കോടിയുടെ ക്രമക്കേട് നടന്ന കൽക്കരി കുംഭകോണത്തിന്റെ വാർത്തകളെല്ലാം വളരെ കൃത്യമായി പാർലമെന്റിൽ ഇരുന്നു കൊണ്ട് തന്നെ കേട്ട ഒരാളാണ് താങ്കൾ. നോക്കൂ, ഈ കഴിഞ്ഞ ഫെബ്രുവരി 8 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ഒരു ധവളപത്രം നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിക്കുകയാണ്. അതിൽ ഏറ്റവും ശ്രദ്ധയൂന്നേണ്ട ഒരു കാര്യം, ഒരു ഇരുണ്ട യുഗത്തിലായിരുന്നു ഇത്തരത്തിൽ ഈ കൽക്കരി ലൈസൻസ് UPA സർക്കാരിൻ്റെ കാലത്ത് നടത്തിയിരുന്നത്. ഒരു ഇരുണ്ട കാലത്തിലൂടെയാണ് കടന്നുപോയത്. ഇപ്പോൾ നോക്കൂ, ഈ ലൈസൻസ് നൽകുന്നതിലെല്ലാം കൃത്യമായ ഒരു സുതാര്യത വരുത്തിക്കൊണ്ട് രാജ്യം പ്രകാശത്തിൻ്റെ പാതയിലേക്ക് പോകുന്നു എന്നാണ് ഈ കൽക്കരി കുംഭകോണത്തെ അടിസ്ഥാനമാക്കി കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ ധവളപത്രം ഇറക്കിയത്. ആ ധവളപത്രത്തിൽ പറയുന്നതിന് കടകവിരുദ്ധമല്ലേ ഇന്ന് കളക്റ്റീവ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്? അരുണിമ, ഇതൊരു ഈ രാഷ്ട്രത്തിൻ്റെ ഈ പ്രകൃതി വിഭവങ്ങളുടെ കൊള്ളയടിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് വളരെ ലഘൂകരിച്ച് കാണണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ടാവും. ഇപ്പോൾ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ഇത് ഇങ്ങനെ വെളിച്ചത്ത് വന്നത്, അത് ഇനിയിപ്പോൾ അത് ചർച്ച ചെയ്യുന്നത്, ഇനി അത് കൊണ്ടുവന്ന ആളുകളെ സംബന്ധിച്ചുള്ള അവരുടെ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങൾ അതെല്ലാം അവിടെ ഇരിക്കട്ടെ. അതെല്ലാം വരുംകാല ചരിത്രം ഈ കാര്യത്തെ സംബന്ധിച്ച് വീണ്ടും വീണ്ടും ഇത്തരം കാര്യങ്ങൾ പുറത്തു വരാതെ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല. കാരണം ഈ ഏത് അലമാരയിലായിരുന്നാലും അസ്ഥികൂടങ്ങൾ അവിടെ നിന്ന് അതിൻ്റെ കരങ്ങളും കാലുകളും തലയോട്ടിയും എല്ലാം അത് പുറത്ത് വന്നേ പറ്റുള്ളൂ. സ്കെലിറ്റൻസ് വിൽ ഫോൾ ഓഫ് ദ ഷെൽഫ്, അല്ല വേറെ മാർഗ്ഗമൊന്നുമില്ലാതെ. ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് ഈ കൽക്കരി ബ്ലോക്കുകൾ, അങ്ങനെയാണ് നമ്മളതിനെ പറയുക, ഞാൻ സമയ ചുരുക്കം കൊണ്ട് മറ്റ് വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല, അത് നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ, വിമർശനങ്ങൾ, പരാതികളെല്ലാം ഉണ്ടായി. ഇത് സംബന്ധിച്ച് പാർലമെൻറ്റിലും പുറത്തുമെല്ലാം ചർച്ചയെല്ലാം വന്നതാണ്. CAG റിപ്പോർട്ട് വന്നു. രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്താണ് ആ CAG റിപ്പോർട്ട് വന്നത്. ആ CAG റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെതാണ് ഇപ്പോൾ കുറച്ച് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതും. ഇത് പിന്നീട് സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള കേസ് വരെയായി. 143 കോൾ ബ്ലോക്സ് അത്തരത്തിൽ അനുവദിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയങ്ങൾ വന്നത്. അതിൻ്റെ നടപടികളെ സംബന്ധിച്ച് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ വാസ്തവത്തിൽ അത് സുപ്രീം കോടതി അതൊന്നും അംഗീകരിച്ചിരുന്നില്ല. പിന്നീട് സുപ്രീം കോടതി ഇതെല്ലാം റദ്ദാക്കുകയുണ്ടായി. സുപ്രീം കോടതി റദ്ദാക്കിയതിന് ശേഷം ഈ മോദി സർക്കാരിൻ്റെ ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് ആദ്യം ഒരു ഓർഡിനൻസ് വരികയാണ്. 2014 നമ്മുടെ തെരഞ്ഞെടുപ്പ് നടന്നു. 2014 ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു 6 മാസം കഴിയുന്നതിന് മുമ്പ് ആദ്യത്തെ ഓർഡിനൻസ് വരുന്നു. രണ്ടാമത്തെ ഓർഡിനൻസ് ഡിസംബർ മാസത്തിലാണ് വരുന്നത്. ഇതിനിടയിലാണ് നമ്മൾ ഇപ്പോൾ യൂണിയൻ മന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിയും യൂണിയൻ സഹമന്ത്രി ഇൻഡിപെൻഡൻറ്റ് ചാർജ് അവർ രണ്ടുപേരുടേതും അന്ന് പാർലമെൻറ്റ് അംഗങ്ങൾ മാത്രമായിരുന്നപ്പോൾ അവർ അത്തരത്തിൽ കത്തെഴുതിയത്. ആ കത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇത് പാർലമെൻറ്റിൽ ഞാനായി ഇതിപ്പോൾ ഉന്നയിക്കുന്നില്ല ഈ കാര്യം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കത്തുകളുടെ മറ്റ് വിശദാംശങ്ങൾ പോകുന്നത്. ഇവിടെ ഒരു കാര്യം, ഇത്തരത്തിൽ ഇത് നൽകുമ്പോൾ സുപ്രീം കോടതി നേരത്തെ പറഞ്ഞതും CAG പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ ഇന്ത്യ ഗവൺമെൻറ് കാറ്റിൽ പറത്തിയോ ഇല്ലയോ എന്നുള്ളതാണ് പ്രസക്തമായൊരു ചോദ്യം. ഇവിടെ മറ്റൊരു കാര്യം, ഇത് കാപ്റ്റീവ് മൈനിങ് ആണോ കൊമേഴ്സ്യൽ മൈനിങ് ആണോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്.
ക്യാപ്റ്റീവ് മൈനിങ് ഇതല്ല ഈ കൽക്കരി ഖനികളുമായി ബന്ധപ്പെട്ട അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയുന്നവർക്ക് മാത്രമേ ഇത് നമ്മളോട് പഠിപ്പിച്ചു തരാൻ കഴിയുള്ളൂ. ക്യാപ്റ്റീവ് മൈനിങ് എന്നുള്ളത് അത്തരത്തിലൊരു കമ്പനി അല്ലെങ്കിൽ ഒരു കൺസോർഷ്യം അവർ അത്തരത്തിലൊരു ബിഡിങ്ങിൽ പങ്കെടുത്തിട്ട് അവർക്കത് അനുവദിക്കപ്പെട്ടാൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളവർ അവരുടേതായിട്ടുള്ള ആ പറഞ്ഞിട്ടുള്ള പ്രത്യേക പർപ്പസിന് വേണ്ടി തന്നെയാണ് ആ ഖനനം നടത്തേണ്ടത് എന്നുള്ളതാണ്. അത് പറയുന്ന സമയബന്ധിതമായി ആ ഖനനം നടത്തിയിരിക്കുകയും വേണം. ഇത് കൊമേഴ്ഷ്യൽ മൈനിങ് എന്നുള്ളത് അത്തരത്തിൽ ഏതെങ്കിലും ഒരു കമ്പനിയോ കൺസോർഷ്യമോ അവിടെ ബിഡിങ്ങിൽ പങ്കെടുത്തിട്ട് അവിടെ അത്തരത്തിൽ ഈ കോൾ ബ്ലോക്ക് ലഭിച്ചിട്ടുള്ളവർക്ക് അവർക്ക് അത് ഇഷ്ടം പോലെ തന്നെ അവർക്ക് വ്യാപാരം നടത്താം, അത് അവർക്ക് തന്നെ അത് തൽക്കാലം പാർക്ക് ചെയ്ത് വയ്ക്കാം, ഖനനം നടത്താതിരിക്കുക, ഇങ്ങനെ മറ്റു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട്. ഇവിടെ വരുന്നൊരു ചോദ്യം, ഇത് ക്യാപ്റ്റീവ് മൈനിങ്ങിന് പകരം കൊമേഴ്ഷ്യൽ മൈനിങ്ങിലേക്ക് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ എത്തിച്ചത് എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്നുള്ളത്, ഇവിടെ ഈ ചില ബിഡിങ്ങിലെല്ലാം ഒരു ബിഡർ മാത്രമേ ഉണ്ടായുള്ളൂ. സുപ്രീം കോടതിയുടെ വിധിന്യായം മുഴുവൻ വായിച്ചു നോക്കുക, CAG റിപ്പോർട്ട് അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതിനെ പറ്റി നോക്കുക, പാർലമെൻറ്റിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള കാര്യത്തെ ഇതിൽ ഞാൻ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. 2017 ജൂലൈ മാസത്തിൽ അന്നത്തെ യൂണിയൻ മന്ത്രി ശ്രീ പീയൂഷ് ഗോയൽ പാർലമെൻറ്റിൽ തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ ബിഡിങ്ങുമായി ബന്ധപ്പെട്ട് ഈ കോൾ ബ്ലോക്ക് അലോക്കേഷനുമായി ബന്ധപ്പെട്ട് എപ്പോൾ BJP ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്, മോദി സർക്കാരിൻ്റെ കാലത്താണ്, ആ ഗവൺമെൻറ്റിലെ മന്ത്രി തന്നെ യൂണിയൻ മന്ത്രി തന്നെ പറയുകയാണ് ഇക്കാര്യങ്ങൾ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് ഞാൻ പറയുന്നില്ല എന്ന്. അദ്ദേഹം തന്നെ ഓൺ ദ ഫ്ലോർ ഓഫ് ദ ഹൗസ് അദ്ദേഹം പറയുകയാണ്. അതിൽ അദ്ദേഹം പറഞ്ഞതാണ്, ഈ അദ്ദേഹത്തിൻ്റെ ഈ വാചകം ഏതാണ്ട് ഇങ്ങനെയാണ്, പീയൂഷ് ഗോയലിൻ്റെ വാചകം ഇതാണ്: the possibility of cartel formation and undervaluation of the coal mine is precluded എന്ന് പറയുന്നതിൻ്റെ ഭാഗമായി തന്നെ അദ്ദേഹം പറയുക, ഇതെല്ലാം ഒഴിവാക്കപ്പെട്ടു എന്ന് അദ്ദേഹം പറയുകയാണ്. ഇത് പറയുന്ന കൂട്ടത്തിൽ തന്നെ അദ്ദേഹം പറയുകയാണ്, ഇതിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഒരേ ഭാഗത്ത് തന്നെ അദ്ദേഹം പറയുകയാണ് ഇവിടെ മറ്റു കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല, മറുഭാഗത്ത് തന്നെ അദ്ദേഹം പറയുകയാണ് ഈ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് പറയുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മുൻ രാജ്യസഭാംഗം, അദ്ദേഹത്തിൻ്റെ പുത്രൻ, അതുപോലെ തന്നെ മറ്റ് നിരവധി ഉദ്യോഗസ്ഥർ ഒക്കെ തന്നെ ശിക്ഷിക്കപ്പെട്ടവരാണ്. ചിലരൊക്കെ തടവറയിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്. 4 കൊല്ലത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് പിന്നീട് അത് ജാമ്യം അപ്പീൽ കൊടുക്കുകയും ജാമ്യത്തിൽ പുറത്തിറങ്ങുകയും ചെയ്തവരൊക്കെയാണ് ഇതിലുള്ളത്. ഈ ലോകത്ത് ഓസ്ട്രേലിയയും ചൈനയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൽക്കരി സമ്പത്തുള്ള രാഷ്ട്രം ഇന്ത്യയാണ്. നമ്മൾ പുറത്തു നിന്ന് കൽക്കരി ഇപ്പോഴും ഇറക്കുമതി ചെയ്യുകയാണ്. ആ ഇറക്കുമതി ചെയ്യുന്നത് ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കെല്ലാം അറിയാം. അദാനി ഗ്രൂപ്പാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഊർജ്ജോൽപാദനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ അവർക്ക് പുറത്തു നിന്ന് കൽക്കരി വേണമെന്ന് പറയുകയും ഇവിടെ അങ്ങനെയാണ് എങ്കിൽ അനുവദിക്കപ്പെട്ട ഈ ബിഡിൽ പങ്കെടുത്ത് അവർക്ക് കിട്ടിയത് അനർഹമായി ആണ് കിട്ടിയത് എന്ന ആരോപണമുള്ള ആ കൽക്കരി ബ്ലോക്കുകളിൽ നിന്ന് എന്തുകൊണ്ട് സമയബന്ധിതമായി ഉൽപ്പാദനം നടക്കുന്നില്ല എന്നുള്ള ചോദ്യമുണ്ട്. മറ്റൊന്ന് പുറത്തു വന്നിട്ടുള്ള കാര്യം എന്നുള്ളത്, കൊണ്ടുവരുന്ന കപ്പലുകൾ ആരുടേത്, സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്, ഏത് തുറമുഖത്താണ് ഇറക്കുന്നത്, ഏത് ഊർജ്ജ ഉൽപ്പാദനം, ഇത് നമ്മൾ തെർമൽ പവർ പ്ലാന്റുകളിൽ ആരുടേതാണ്, ഇതെല്ലാം പറയുമ്പോൾ തന്നെ ഏറ്റവും കുറഞ്ഞത് 52% ഇക്കാര്യത്തിൽ കൊള്ളലാഭം പുറത്തു നിന്ന് കൽക്കരി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതിൽ മാത്രം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയുന്നു. സിംഗിൾ ബിഡർ മാത്രമായി എങ്ങനെയാണ് ചിലയിടങ്ങളിൽ വന്നത്? ഒന്നല്ല 2 പേര് വന്നിട്ടുണ്ടെങ്കിൽ ആ രണ്ടാമത്തെ കമ്പനി അല്ലെങ്കിൽ അവിടെ ഉള്ളത് ആ രണ്ടാമൻ, അത് ഹാൻഡ് ആൻഡ് ഗ്ലൗ എന്ന് നമ്മൾ പറയുന്നത് പോലെ എനിക്ക് വേണ്ടി മറ്റൊരാളെ ഞാൻ തന്നെ അവിടെ വെച്ചുകൊണ്ട് ഒരു പാവകളി നടത്തിയതുപോലെ അല്ലേ എന്നുള്ളത്. ഇതാണ് പീയൂഷ് ഗോയൽ പറഞ്ഞതിൽ നിന്ന് പാർലമെൻറ്റിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ. ഞാൻ പറഞ്ഞല്ലോ എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്ന് ഞാൻ പറയുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ ഈ കത്തുകളിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. 2 ബഹുമാനപ്പെട്ട അന്നത്തെ പാർലമെൻറ്റ് അംഗങ്ങൾ, ഇന്നത്തെ മന്ത്രിമാർ ഇറങ്ങിയത്. അതിൽ ഒരാളുടെ കത്തിനകത്ത് പറയുകയാണ്, ഇന്നത്തെ യൂണിയൻ മന്ത്രിയാണ്, ഇൻഡിപെൻഡൻറ്റ് ചാർജ് മന്ത്രിയല്ല, ക്യാബിനറ്റ് മന്ത്രിയാണ്. ദി കോൺസെപ്റ്റ്സ് ഓഫ് ഇൻവേർട്ടഡ് കോമ allotment and limited tender are dangerous, and they may lead, ഒരു ഹൈഫൻ, will lead, they may എന്ന് പറഞ്ഞിട്ട് will lead to scams അദ്ദേഹം പറഞ്ഞതാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കത്ത് പോയി ആഴ്ചകൾ കഴിയുമ്പോഴാണ് അടുത്ത ആളുടേതായ കത്ത് ഈ വിധത്തിൽ പോകുന്നത്. ഒക്കെ വളരെ പരമപ്രധാനമായ ചില വിഷയങ്ങളാണ് ഇത്തരം കാര്യത്തിൽ. ഇത് നിഷേധിക്കുന്നുവെങ്കിൽ BJP നിഷേധിക്കട്ടെ. പക്ഷേ എങ്ങനെയാണ് ഇത് സുപ്രീം കോടതി തന്നെ റദ്ദാക്കിയതും സുപ്രീം കോടതി പറഞ്ഞതായ കാര്യങ്ങളും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ടിൽ അവർ പറഞ്ഞതും അതുമായി ബന്ധപ്പെട്ട് നാം അനുവർത്തിക്കേണ്ടതും പിന്തുടരേണ്ടതുമായിട്ടുള്ള നയങ്ങളും എന്തിനു വേണ്ടി ഇതെല്ലാം മാറ്റിമറിച്ചു എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ആര് പറഞ്ഞു എന്നുള്ളതല്ല ഇവിടെ ഞാൻ ഈ പറയുന്നത്, ഇവ എന്താണ് സംഭവിച്ചത് എന്ന് ഈ രാഷ്ട്രം അറിയണമെന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഇന്ത്യയുടെ 2 ഭരണഘടനാ സ്ഥാപനങ്ങളാണ് സുപ്രീം കോടതിയും CAG എന്ന കാര്യം മറന്നു പോകരുത്. ശ്രീ നിജേഷ് അരവിന്ദ്, ഇപ്പോൾ നമുക്ക് മുൻപ് സംസാരിച്ച മിഥുൻ വിജയകുമാർ ചൂണ്ടിക്കാട്ടിയത് ഇത്തരത്തിൽ റിപ്പോർട്ട് പുറത്തുവിട്ട ആ സംഘടനയുടെ അല്ലെങ്കിൽ ആ പത്രപ്രവർത്തകരുടെ ഇനീഷ്യേറ്റീവിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ചാണ് മിഥുൻ വിജയകുമാർ സംസാരിച്ചത്. ഞാനിപ്പോൾ ഫെബ്രുവരി 8 നിർമ്മല സീതാരാമൻ
പാർലമെന്റിൽ നടത്തിയ ഈ ധവളപത്രം പുറപ്പെടുവിച്ചുകൊണ്ട് അതിൽ പറഞ്ഞ കാര്യങ്ങളിലേക്ക് പോകുകയാണ്. അതായത് 10 വർഷം മുൻപ്, മോദി അധികാരത്തിൽ വരുന്നതിന് 10 വർഷം മുമ്പ് ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്ത് ആയിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു ധവളപത്രമാണ് പുറത്തിറക്കിയത് എന്നാണ് BJPയുടെ അവകാശവാദം. അതിൽ അക്കമിട്ട് പറയുന്ന ഒരു കാര്യം ഈ കൽക്കരി കുംഭകോണമാണ്. 1,86,000 കോടിയുടെ അഴിമതി നടന്നു എന്ന് പാർലമെന്റിൽ വീണ്ടും 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 നിർമ്മലാ സീതാരാമൻ പറയുന്നൊരു സാഹചര്യമുണ്ടായി. ഇത് നോക്കൂ, 2 ദിവസം കഴിഞ്ഞു ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ട്. മിഥുൻ സൂചിപ്പിച്ചതുപോലെ വെസ്റ്റ് ബംഗാളിലെ അവിടുത്തെ ചില പ്രശ്നങ്ങൾ മൂടിവെക്കാനുള്ള ശ്രമമാണ് മഹുവ മൊയ്ത്രയിലൂടെ ഈ ഒരു റിപ്പോർട്ടായി പുറത്തു വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ഒന്നും പറയാനില്ലേ? നിങ്ങളുടെ സമുന്നതരായ ഒരു നേതാക്കളും ഈ വിഷയത്തിൽ ഒരക്ഷരം മിണ്ടുന്നില്ല. ഈ നിങ്ങളുടെ UPA സർക്കാരിൻ്റെ അവസാന കാലത്ത് എല്ലാം കേട്ടിരുന്ന ഒരു വാദമുണ്ട്. അദാനിക്ക് വേണ്ടിയും ഇത്തരത്തിൽ അന്ന് കൽക്കരി ഇടപാടുകൾ നടന്നു എന്നൊരു വിമർശനം അന്നേ ഉയർന്നതാണ്. ഈ 2015 ഇത് തുടർന്നപ്പോഴും നിങ്ങൾ മിണ്ടാതിരുന്നു. ഇപ്പോൾ ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വന്നു. നിങ്ങൾ വളരെ വലിയൊരു മൗനം പാലിക്കുകയാണ്. നിങ്ങൾക്ക് പ്രതികരിക്കാനില്ലേ ഈ വിഷയത്തിൽ? ദയവുചെയ്ത് ആ രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോകരുത്. നിങ്ങൾ ഈ വിഷയത്തിലെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ പഠിക്കുക. കോൺഗ്രസിൻ്റെ മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശാണ് ഈ വിഷയത്തിൽ ആദ്യമായിട്ടും ഇടയ്ക്കിടെയും ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് ഉന്നയിച്ചില്ല എന്നുള്ളത് പറയരുത്. ജയറാം രമേശ് അല്ല, ഞാൻ ഈ അടുത്ത ദിവസങ്ങളിലെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ 2 ദിവസമായല്ലോ ദേശീയ രാഷ്ട്രീയത്തിലടക്കം വലിയ രീതിയിൽ മാധ്യമങ്ങളിൽ വാർത്ത വരുന്ന ഒരു സാഹചര്യവുമുണ്ടല്ലോ. അത് ഈ 2 ദിവസം എന്നുള്ളതൊരു ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഈ ഒരു മാധ്യമം പുറത്തുവിട്ടു, അത് ശ്രദ്ധയിലേക്ക് എത്താൻ സമയമെടുക്കും. ഞാൻ പറഞ്ഞത് കോൺഗ്രസിൻ്റെ ഈ വിഷയത്തിലുള്ള സ്ഥിരമായ നിലപാടാണ് പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ചും നമ്മളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഏത് റോഡും അവസാനിക്കുന്നത് അദാനിയിലാണ്. ഇത് കൽക്കരിയുടെ റോഡാണെങ്കിലും ഇറക്കുമതിയുടെ റോഡാണെങ്കിലും സിമൻറ്റിൻ്റെ റോഡാണെങ്കിലും ഏത് റോഡാണെങ്കിലും എത്തിക്കുന്നത് അദാനിയിലേക്കാണ്. ഈ കാര്യം ഏറ്റവും കൂടുതൽ ശബ്ദത്തിൽ പറയുന്നത്, ഉറക്കെ പറയുന്നത്, വളരെ ധൈര്യത്തിൽ പറയുന്നത് കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളാണ്. അതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് പുറകോട്ട് പോയി എന്ന് ദയവ് ചെയ്ത് പറയരുത്. ഈ നിലപാടിൽ നരേന്ദ്രമോദി ഗവൺമെൻറ്റും അവരുടെ കൂട്ടാളികളും അവരുടെ ഒപ്പം നിൽക്കുന്നവരും നടത്തുന്ന അഴിമതി, ആ അഴിമതിക്ക് എതിരെ നിൽക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ സ്റ്റാൻഡ്. നമ്മൾക്കറിയാം, ഇലക്ടറൽ ബോണ്ടിലേക്ക് പോകുമ്പോൾ ഒരു സംശയവും വേണ്ട, ഇതുപോലെയുള്ള ആരും അറിയാതെ ലാഭം വാങ്ങിക്കൊടുത്ത പിഴവ് ഒരു ഗ്യാപ്പിനുള്ളിലൂടെ സഞ്ചരിച്ച് ലാഭമുണ്ടാക്കിയ വലിയ കമ്പനികളുടെ പണമാണ് ഇലക്ട്രൽ ബോണ്ടായി വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ BJP ഈ വിഷയത്തിൽ വല്ലാതെ പ്രതിരോധം തീർക്കുന്നത്. ആ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിലും ശക്തമായിട്ട് പ്രതികരിച്ചത് കോൺഗ്രസ്സാണ്, രാഹുൽ ഗാന്ധിയാണ്. അതുകൊണ്ട് കോൺഗ്രസ് പുറകോട്ട് പോയി എന്നുള്ള ഒരു ആഖ്യാനത്തെ ഉണ്ടാക്കരുത്. അത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ നിങ്ങൾക്ക് വലിയ സേ ഒന്നുമില്ല. നിങ്ങളെക്കാൾ ഒരു 6 ഇരട്ടി BJP വാങ്ങിച്ചിട്ടുണ്ട്. 1,000 കോടി നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. അത് കിട്ടാതെ ഒന്നും ഇരുന്നിട്ടില്ല. അതിൽ സുതാര്യതയില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വാങ്ങിച്ച ഇലക്ട്രൽ ബോണ്ടിന്റെ വിഷയം ആ ഒരു ഷെയർ നിയമവിധേയമാകുന്നില്ല. നിലിമ, വാങ്ങിയതും ആ വിഷയത്തിലുള്ള നിലപാടും രണ്ടാണ്. ഒരു നിയമമായി വരുന്ന സമയത്ത് കോൺഗ്രസ് വാങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് അത് പുറത്തു പറയാൻ ബാധ്യസ്ഥരാണ്, പറയേണ്ട സമയത്ത് അത് പറയും. പക്ഷേ ആ നിലപാട് ഇലക്ട്രൽ ബോണ്ട് വന്ന സമയം മുതൽ കോൺഗ്രസ് എടുത്ത നിലപാട് ഇത് അഴിമതിക്ക് വഴിയൊരുക്കുന്നതാണ് എന്നാണ്. ഞാൻ ആ നിലപാടിനെ പറ്റി മാത്രമാണ് പരാമർശിച്ചത്. കാരണം അങ്ങനെയൊരു നയം വരികയും കോൺഗ്രസ്സിന് മാത്രം ഫണ്ടില്ലാതെ പോകുന്ന ഒരു സാഹചര്യം വരാനും പാടില്ല. അതുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ വലതുപക്ഷ നിരീക്ഷകൻ അദ്ദേഹം ഇതിൻ്റെ ക്രെഡിബിലിറ്റിയെ പറ്റി, ഈ മാധ്യമത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ പറ്റി പറയുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കേണ്ടത് ഈ 2 BJP മന്ത്രിമാർ അല്ലെങ്കിൽ നേരത്തെയുള്ള BJP MPമാർ എഴുതിയ കത്ത് അത് യാഥാർത്ഥ്യമാണോ? ഇത് ഇല്ലാത്ത കത്ത് ഏതെങ്കിലും മാധ്യമം പടച്ചുണ്ടാക്കിയതാണോ? ഈ കത്തുമായി ബന്ധപ്പെട്ട് മറുപടി പീയൂഷ് ഗോയൽ നൽകിയ മറുപടി യാഥാർത്ഥ്യമാണോ? തുടങ്ങിയ കാര്യങ്ങളാണ്. അദ്ദേഹം വളരെ ലാഘവത്തിൽ പഴയതും ഇതും കമ്പയർ ചെയ്താൽ ഇതാണ് കുറച്ചുകൂടി മെച്ചം എന്ന് മനസ്സിലാകും എന്ന് പറയുന്നതിൻ്റെ ഒരു സാങ്കത്യം എനിക്ക് പിടികിട്ടുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കേണ്ടത് ഇത് ശരിയാണോ തെറ്റാണോ എന്നാണ്. ഇത് ഈ ഗവൺമെൻറ്, നരേന്ദ്രമോദി ഗവൺമെൻറ് നടത്തിയ സ്വജനപക്ഷപാതത്തിൻ്റെ അഴിമതിയുടെ ഒരു കഥ മാത്രമാണ്. ഒരുപാട് മേഖലയിൽ വളരെ ശാസ്ത്രീയമായി അഴിമതി നടത്തിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതുകൊണ്ടാണ് നാഷണൽ ഹൈവേ കോൺക്രീറ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യയിലെ സിമൻറ്റ് കമ്പനികളൊക്കെ അദാനിയുടേതാകുന്നു.
ഏത് കാര്യവും അദാനിയുടേതാകുന്നു. അത് നമ്മൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ. ഒരു പക്ഷേ ഈ സർക്കാർ മാറിയാൽ മാത്രമേ, ഈ നരേന്ദ്രമോദി ഗവൺമെൻറ് മാറിയാൽ മാത്രമേ ഇവർ ഈ 10 വർഷക്കാലം കൊണ്ട് ഈ രാജ്യത്തെ കൊള്ളയടിച്ച, ഇവിടുത്തെ പ്രകൃതി വിഭവങ്ങളെ കൊള്ളയടിച്ച, ഈ രാജ്യം ഉണ്ടാക്കിയെടുത്ത സമ്പത്തിനെ കൊള്ളയടിച്ച കഥകളൊക്കെ പുറത്തു വരും. നമ്മൾക്ക് അതിനുവേണ്ടി കാത്തിരിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി കൈകോർക്കുകയും ചെയ്യേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഉള്ളത് എന്നാണ് എനിക്ക് വ്യക്തമാക്കാനുള്ളത്. 2024 തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് നാളുകൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം പൊതുമണ്ഡലത്തിൽ വലിയ ചർച്ചാ വിഷയമായി വരുന്നത്. ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകൻ എം പ്രശാന്തിലേക്ക് കൂടി പോവുകയാണ്. എം പ്രശാന്ത്, ഒട്ടേറെ അഴിമതി ആരോപണങ്ങൾ, വ്യക്തിപരമായല്ലെങ്കിലും പാർട്ടിയെയും കേന്ദ്ര സർക്കാരിനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒട്ടേറെ അഴിമതി ആരോപണങ്ങൾ നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുകയാണ്. PM കെയർ ഫണ്ട്, റഫേൽ, ഡിമോണിറ്റൈസേഷൻ, ഏറ്റവും ഒടുവിൽ ഇലക്ട്രൽ ബോണ്ട് അടക്കമുള്ള വിഷയങ്ങളിലേക്ക് ഈ ചില കമ്പനികൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യുന്നതിലൂടെ ഇത്തരത്തിൽ വലിയ രീതിയിൽ BJP സമ്പത്തുണ്ടാക്കുന്നു, സ്വത്തുണ്ടാക്കുന്നു എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങളെല്ലാം പുറത്തു വരികയാണ്. പക്ഷേ ഈ ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതിൻ്റെ ഒരു ആധികാരികതയെ സംശയിക്കുന്നതിൽ ഏതെങ്കിലും വിധത്തിലുള്ള അർത്ഥമുണ്ടോ? ആധികാരികതയെ ഏത് വിധത്തിൽ സംശയിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. കാരണം ഈ റിപ്പോർട്ട് പുറത്തുവിട്ട മാധ്യമ സ്ഥാപനം വെറുതെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്. ആ നിലവിലെ 2 കേന്ദ്രമന്ത്രിമാർ അന്ന് MP-മാരായപ്പോൾ അയച്ച ആ കത്തുകളുടെ പകർപ്പ് സഹിതമാണ് ആ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. ആ റിപ്പോർട്ട് അടിസ്ഥാനരഹിതമാണ് എന്നോ അല്ലെങ്കിൽ തെറ്റാണെന്നോ പറയാൻ ഇതുവരെയായിട്ടും ആ 2 കേന്ദ്രമന്ത്രിമാരും തയ്യാറായിട്ടില്ല. അവരുടെ 2 പേരുടെയും പ്രതികരണം ആ സ്ഥാപനം തേടുകയും ചെയ്തിരുന്നു. അവർ പ്രതികരിച്ചിട്ടില്ല. ഈ റിപ്പോർട്ട് അടിസ്ഥാനരഹിതമാണ് അല്ലെങ്കിൽ ഇങ്ങനൊരു കത്ത് ഞങ്ങൾ അയച്ചിട്ടില്ല എന്നൊരു നിഷേധ കുറിപ്പ് അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിലെ വിശ്വാസ്യതയെ നമുക്ക് സംശയിക്കാൻ യാതൊരു ന്യായവുമില്ല. വളരെ യഥാർത്ഥമായ ഒരു റിപ്പോർട്ടാണ്. വളരെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി കത്തുകളുടെ പകർപ്പടക്കമുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ആ കത്ത് മുഖ്യമായും നമ്മൾ കാണേണ്ട ഒരു വിഷയം, വളരെ ഗുരുതരമായ ചില ആരോപണങ്ങളാണ് അന്ന് MP-മാരായ ഘട്ടത്തിൽ ആ 2 പേരും അയച്ചിരിക്കുന്നത്. അതിൽ ഈ പറയുന്ന RK സിംഗ് എന്ന് പറയുന്ന അദ്ദേഹം ഒരു മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ്. ആഭ്യന്തര സെക്രട്ടറിയും മറ്റുമൊക്കെയായി പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ്. ഈ സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റിക് തലത്തിൽ എന്തെല്ലാം നടക്കും എന്ന് വളരെ ബോധ്യമുള്ള ഒരു വ്യക്തിയാണ്. രാജീവ് ചന്ദ്രശേഖരൻ ഈ പറയുന്ന പോലെ ഒരു എൻ്റർപ്രണറും മറ്റുമൊക്കെയായൊരു വ്യക്തിയാണെന്ന് സ്വതന്ത്രനായിരുന്നു. കർണാടകയിൽ നിന്നുള്ള സ്വതന്ത്ര MP ആയിരുന്നു. പിന്നീട് മോഡി അധികാരത്തിലെത്തിയപ്പോൾ പതുക്കെ BJP-യിലേക്ക് ചായുകയാണ് ഉണ്ടായത്. എന്തായാലും ഈ കത്തയച്ച ഈ 2 MP-മാരും ആ കത്തിനോട് എന്ത് പ്രതികരണം, അതായത് പീയൂഷ് ഗോയൽ മാത്രമാണ് ഒരു മറുപടി കൊടുത്തത്. അത് ശരിയല്ല, വളരെ സുതാര്യമായിട്ടാണ് ഈ ലേല പ്രക്രിയയെല്ലാം നടക്കുന്നത് എന്ന തരത്തിലൊരു മറുപടിയാണ് പീയൂഷ് ഗോയൽ ഈ 2 MP-മാർക്ക് വന്നു കൊടുത്തത്. അതേസമയം അരുൺ ജെയ്റ്റ്ലിക്ക് അവർ കത്തിൻ്റെ പകർപ്പ് വെച്ചിരുന്നു. ഒരാൾ പ്രധാനമന്ത്രിക്കും കത്തിൻ്റെ പകർപ്പ് വെച്ചിരുന്നു. ആ പ്രധാനമന്ത്രിയിൽ നിന്നോ ധനമന്ത്രിയിൽ നിന്നോ ഒരു മറുപടി 2 പേർക്കും ലഭിച്ചില്ല. മാത്രമല്ല അവർ ചൂണ്ടിക്കാട്ടിയതിന് ശേഷം ഈ പറയുന്ന ലേല പ്രക്രിയയിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. കാരണം ഒന്ന് ഈ ക്യാപ്റ്റീവ് ബിഡിങ്ങിനെയാണ് അല്ലെങ്കിൽ നിയന്ത്രിത ബിഡിങ്ങിനെയാണ് അവർ പ്രധാനമായും ചോദ്യം ചെയ്തത്. അത്തരത്തിൽ ഒരു ബിഡിങ്ങിന്, ലേലത്തിന് അവസരമൊരുക്കുമ്പോൾ അവിടെ അഴിമതിക്കുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് അവർ ചെയ്തത്. അത് തൊട്ട് മുമ്പുണ്ടായ സുപ്രീം കോടതി വിധിയുടെ അടക്കം ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കൂടിയാണ് ആ ഒരു നിരീക്ഷണം MP-മാരുടെ ഭാഗത്തു നിന്ന് അക്കാലത്തുണ്ടായത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം, ഈ കത്തയച്ച MP-മാർ എന്നാൽ ഈ ലേല പ്രക്രിയയിൽ ഒരു മാറ്റവും വന്നില്ല എന്ന് ബോധ്യമായതിനു ശേഷവും അത് പുറത്തു പറഞ്ഞില്ല എന്നുള്ളതാണ്. അവർ ഏതെങ്കിലും ഒരു പൊതുവേദിയിലോ മറ്റോ ഞങ്ങൾ ഇങ്ങനെയൊരു കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു, പക്ഷേ അത് ശ്രദ്ധയിൽപ്പെട്ട് ആ നയത്തിലൊരു മാറ്റം വരുത്താൻ സർക്കാർ തയ്യാറായില്ല എന്ന തരത്തിലുള്ളൊരു പരാമർശമോ പ്രസ്താവനയോ 2 MP-മാരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. പിന്നീട് നമ്മൾ കാണുന്നത് വളരെ പതുക്കെ ഇവർക്ക് BJP-യിൽ ഇവരുടെ ഒരു സ്വാധീനം വർദ്ധിക്കുന്നതും കേന്ദ്ര മന്ത്രിസഭയിൽ ഈ 2 നേതാക്കളും ഉൾപ്പെടുന്നതുമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇന്നിപ്പോൾ ഈ കത്ത് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് പുറത്ത് വിട്ടിരുന്നില്ല എങ്കിൽ ഇങ്ങനൊരു ഇടപെടൽ MP-മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളത് ഒരിക്കൽ പോലും ലോകം അറിയുമായിരുന്നില്ല. അപ്പോൾ ഈ ഇലക്ഷന് തൊട്ട് മുമ്പുള്ള ഒരു ഘട്ടത്തിലാണ് ഈ ഒരു വെളിപ്പെടുത്തൽ, വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. അതായത് UPA കാലത്ത് ഏത് രീതിയിൽ ഈ പറയുന്ന കൽക്കരി ലേലത്തിലും മറ്റുമൊക്കെ ക്രമക്കേടുകൾ നടന്നു, സമാനമായ രീതിയിൽ മോഡി സർക്കാരിൻ്റെ ഭരണകാലത്തും അത് തുടർന്നു എന്നുള്ളതാണ്. 2016 ഒരു CAG റിപ്പോർട്ടിൽ ഈ ലേല പ്രക്രിയയിലെ സുതാര്യമില്ലായ്മയും മറ്റും വിമർശിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു നഷ്ടക്കണക്കിലേക്കൊന്നും ആ CAG കടന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രമാണ് BJP-ക്ക് അതിൻ്റെ ഒരു
അഴിമതി പ്രതിച്ഛായയിൽ നിന്ന് അല്ലെങ്കിൽ അത്തരമൊരു ആരോപണത്തിൽ നിന്ന് അവർക്ക് മാറി നിൽക്കാൻ കഴിഞ്ഞത്. UPA കാലത്ത് കൃത്യമായി CAG ഒരു കണക്ക് ചൂണ്ടിക്കാട്ടിയിരുന്നു. 1.86 ലക്ഷം കോടി രൂപയുടെ നഷ്ടം ഖജനാവിന് സംഭവിച്ചിരിക്കുന്ന തരത്തിൽ. എന്നാൽ മോഡി സർക്കാരിൻ്റെ കാലത്ത് CAG റിപ്പോർട്ടിൽ അത്തരമൊരു കണക്കോ കാര്യങ്ങളോ ഉണ്ടായില്ല. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഇത് സുതാര്യമാക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില മാറ്റങ്ങളിലേക്കും മറ്റും പോവുകയാണ് ചെയ്തത്. പക്ഷേ ആ മാറ്റങ്ങൾ എന്ന് പറയുന്നതും കൂടുതൽ ഈ പറയുന്ന വൻകിട കോർപ്പറേറ്റുകൾക്ക് അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടപ്പെട്ട അദാനിയെ പോലുള്ള കോർപ്പറേറ്റുകൾക്ക് അനുകൂലമാകും വിധമായിരുന്നു. നേരത്തെ ഇവിടെ BJPയുടെ വക്താവ് പറഞ്ഞിരുന്നു, UPA കാലത്ത് ഈ പറഞ്ഞ ചില ഉദ്യോഗസ്ഥരടങ്ങിയ ഒരു കമ്മിറ്റിയാണ് ഇത് തീരുമാനിച്ചിരുന്നത്. അതിനെ സുപ്രീം കോടതി നിശ്ചിതമായി വിമർശിച്ചിരുന്നു, അത് മാറ്റാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാം മോഡി സർക്കാർ വന്ന ശേഷം 2020 അതേ ഒരു സംവിധാനത്തിലേക്ക് മാറിപ്പോയിരിക്കുകയാണ്. ഇപ്പോൾ 4 വകുപ്പ് സെക്രട്ടറിമാർ ഉൾപ്പെടുന്ന ഒരു സമിതിയാണ് ഈ പറയുന്ന കൽക്കരി ബ്ലോക്കുകളുടെയും മറ്റും വിതരണ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. അങ്ങനെ തീരുമാനമെടുക്കുന്നത് പലതും അദാനി ഗ്രൂപ്പിന് അനുകൂലമായി മാറുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു വസ്തുത. ഈ സമീപകാലത്ത് പോലും മധ്യപ്രദേശിലെ വനപ്രദേശത്ത് അങ്ങേയറ്റം പരിസ്ഥിതി പ്രാധാന്യമുള്ളൊരു മേഖലയിൽ വലിയൊരു കൽക്കരി ബ്ലോക്ക് കൂടി അദാനി ഗ്രൂപ്പിന് കിട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ വിധത്തിൽ മോഡി സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ വിധത്തിൽ ഇവിടെ മുമ്പേ സമ്പത്ത് ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ പ്രകൃതി വിഭവങ്ങൾ ആ ഒരു ചൂഷണം, ആ ഒരു കൊടിയ ചൂഷണം കോർപ്പറേറ്റുകൾക്ക് വേണ്ടി അനുവദിച്ചു കൊടുക്കുന്ന നിലയിൽ ഈ പറയുന്ന മോഡി സർക്കാരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ UPA കാലത്ത് നടന്ന അതേ അഴിമതി അല്ലെങ്കിൽ അതേ ക്രമക്കേടുകൾ 1ഉം 2ഉം മോഡി സർക്കാരിൻ്റെ കാലത്തും തുടർന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് വെളിപ്പെടുത്തലിലൂടെ പുറത്തു വരുന്നത്. എന്നാൽ ഇത് മറ്റു മാധ്യമങ്ങളൊന്നും കാര്യമായ വാർത്തയാക്കുന്നില്ല. സ്വാഭാവികമാണ്. കാരണം ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ മോഡി സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് വലിയ ചർച്ചയാവില്ല. ഇവിടെയാണ് മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസും മറ്റും ഇടപെട്ടുകൊണ്ട് ഇത് സജീവ ചർച്ചയാക്കുകയും ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്യുന്നത്. എന്നാൽ ദൗർഭാഗ്യവശാൽ ആ ഒരു ആർജവം കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് നിലവിൽ കാണുന്നില്ല. ഇലക്ഷന് ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് കൂടുതൽ സജീവമായ പ്രചാരണത്തിലേക്ക് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് നീങ്ങാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ വിഷയത്തിൽ മോഡി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ സാധിക്കൂ എന്നുകൂടിയാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ശരി, ശ്രീ മിഥുൻ വിജയകുമാർ, അങ്ങേക്ക് മറുപടി പറയേണ്ട ഒട്ടേറെ പോയിന്റുകൾ ഇവിടെ ഈ ചർച്ചയിൽ ഉന്നയിച്ച എല്ലാവരും മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പ്രശാന്ത് പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു പോയിന്റിലേക്ക് നമുക്ക് കടക്കാം. ഈ കൽക്കരി പാടങ്ങൾ ഇങ്ങനെ അങ്ങേയറ്റം ചൂഷണത്തിന് വിധേയമാകുന്നു, രാജ്യത്തിൻ്റെ ഒരു കൽക്കരി സമ്പത്ത് തന്നെ ഇല്ലാതാകുന്ന രീതിയിലേക്ക് ഈ കമ്പനികൾ വൻതോതിൽ അവിടെ ചൂഷണം നടത്തുന്നു എന്നുള്ള പാരിസ്ഥിതിക റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നതാണ്. പരിസ്ഥിതി മന്ത്രാലയം തന്നെ ഖനനത്തിന് അനുമതി നിഷേധിച്ച ഇടങ്ങളിൽ കൂടി ഖനനത്തിന് അനുമതി നൽകുന്ന സവിശേഷ സാഹചര്യവും നമ്മുടെ മുന്നിലുണ്ട്. അതാണ് പ്രശാന്ത് ചൂണ്ടിക്കാണിച്ചത്. ഒന്ന്, ഇന്ത്യയിലെ ഏറ്റവും നിബിഡ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന 2 കൽക്കരി ബ്ലോക്കുകൾ ലേലത്തിന് തുറക്കാൻ 2021 നവംബറിലാണ് നീക്കം ആരംഭിച്ചത്. ഈ നീക്കത്തിൻ്റെ പുറകിലുള്ള ശക്തികളെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് നമുക്ക് വലിയ രീതിയിൽ സംശയം ഉടലെടുക്കുന്നത്. അസോസിയേഷൻ ഓഫ് പവർ പ്രൊഡ്യൂസേഴ്സാണ് ഈ രാജ്യത്തെ കൽക്കരി ക്ഷാമം പരിഹരിക്കാൻ വേണ്ടി ഈ നിബിഡ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന, നിരോധിത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന 2 ബ്ലോക്കുകളിൽ ഖനനം നടത്താൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കുന്നത്. ഈ അസോസിയേഷൻ ഓഫ് പവർ പ്രൊഡ്യൂസേഴ്സിൽ അദാനിയുണ്ട്. അദാനിയാണ് അവിടുത്തെ മെയിൻ പാർട്ടിസിപ്പൻ്റ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിലേക്ക് ഇത്തരത്തിലൊരു അപേക്ഷ വരുന്നതും ഈ 2 ബ്ലോക്കുകളിൽ മധ്യപ്രദേശിലെയും അതുപോലെ ഛത്തീസ്ഗഡിലെയും ഈ നിബിഡ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ബ്ലോക്കുകൾ അവർക്ക് നൽകാൻ ഉത്തരവിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതായത് ഒരു കമ്പനി, ഇപ്പോൾ മിഥുൻ നേരത്തെ സൂചിപ്പിച്ചത്, ഈ സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് പകരം ഓപ്ഷൻ സിസ്റ്റത്തിലേക്ക് മാറി കൂടുതൽ കമ്പനികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ഏറ്റവും സുപ്രധാനമായ ഈ 2 ഓപ്ഷൻ നടക്കുന്ന സ്ഥലത്ത് ആകപ്പാടെ അദാനി ഗ്രൂപ്പും മറ്റൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് മഹാൻ എനർജൻ ലിമിറ്റഡ് മാത്രമാണ്. അത് അദാനിയുടെ ഉപകമ്പനിയാണ്. അത്തരത്തിൽ മറ്റ് കമ്പനികളല്ല, അദാനി തന്നെയാണ് ഈ കൽക്കരി ഖനികൾ വാങ്ങിക്കൂട്ടുന്നതിനും ലേലത്തിൽ പിടിക്കുന്നതിനും മുന്നിട്ടിറങ്ങിയത്. അതിന് കേന്ദ്ര സർക്കാർ ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്ന സമീപകാല സംഭവങ്ങൾ പോലും നമ്മുടെ മുന്നിലില്ലേ? അദാനി ഗ്രൂപ്പിൻ്റെ പേര് വന്നു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ അതിൽ ഇടപെടാനേ പാടില്ല. അദാനി ഗ്രൂപ്പിനെ ഉടനെ അങ്ങ് മാറ്റണം.
അങ്ങനെ ഈ അദാനി ഗ്രൂപ്പിനെതിരെ എന്തോ ഒരു അൺടച്ചബിലിറ്റി കൾച്ചർ നമ്മുടെ രാജ്യത്ത് വളർന്നു വന്നിട്ടുണ്ടോ? അദാനി ഗ്രൂപ്പ് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ വളർന്നത്? അദാനി ഗ്രൂപ്പ് വളർന്ന് പന്തലിച്ചത് അവരുടെ ഈ മൈനിങ് സെക്ടർ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു മേഖലകളിലേക്കും അവർ പടർന്ന് പന്തലിച്ചത് ഏത് ഭരണത്തിൻ്റെ സമയത്താണ്? UPA ഭരണകാലത്താണ് അദാനി ഗ്രൂപ്പിന് ഇത്രയും അധികം ലാഭങ്ങളുണ്ടായത്. ഒരു പ്രൈവറ്റ് റിസർച്ച് ഫേമിൻ്റെ റിസർച്ച് പ്രകാരം 2000% UPAയുടെ കാലത്ത് അദാനി ഗ്രൂപ്പ് വളർന്നത്. അപ്പോൾ ഇവിടെ മോദി വന്നതിന് ശേഷം അദാനി വളർന്നു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ ഒരുപാട് ആരോപണങ്ങൾ കേട്ടു. ഇവിടെ കോൺഗ്രസ് പ്രതിനിധി ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി. ഞാൻ പറയട്ടെ, 2005 ഈ FCAയുമായി ബന്ധപ്പെട്ട ഒരു കോൺട്രാക്ട് 800 കോടിയുടെ അത് അദാനി ഗ്രൂപ്പിന് കൊടുക്കുന്നത് ഏത് സർക്കാരാണ്? അപ്പോൾ അദാനി ഗ്രൂപ്പിൻ്റെ വളർച്ചയിൽ കോൺഗ്രസിന് വലിയൊരു പങ്കുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസിന് ഇപ്പോൾ ഇങ്ങനെയുള്ള അലിഗേഷൻസ് ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ അതിൽ വലിയൊരു താല്പര്യം ഇല്ലാത്തത്. കാരണം മാത്രമല്ല ഈ കൽക്കരി കുംഭകോണം വിഷയത്തിൽ കോൺഗ്രസിന് എന്താണ് ഇത്ര വലിയ ഒരു മോറൽ സ്റ്റാൻഡ് ഉള്ളത്? കാരണം ഇതിൽ CAG റിപ്പോർട്ട് പ്രകാരവും സുപ്രീം കോടതി പ്രകാരവും ഒക്കെ ഏറ്റവും വലിയ സ്കാം നടത്തിയ ഒരു സർക്കാരല്ലേ? അതായത് 1993 വരെയുള്ള എല്ലാ ഓപ്ഷനിങ് സിസ്റ്റം വഴി നടത്തിയ എല്ലാ ഓപ്ഷനും ഇല്ലീഗലാണ് എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയായിരുന്നു. കാരണം അത്രയും വർഷത്തെ ഒരു സ്കാമാണത് നടന്നത്. അതിനുള്ള ഏറ്റവും ഉത്തമ തെളിവല്ലേ നമ്മുടെ സുപ്രീം കോടതിയുടെ വിധി തന്നെ ഈ വിഷയത്തിൽ. അപ്പോൾ കോൺഗ്രസ് ഈ രാജ്യത്തെ എത്രത്തോളം കൊള്ളയടിച്ചു എന്നതിന് നമുക്ക് 2014 തന്നെ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നു കഴിഞ്ഞൊരു വിഷയത്തിലാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലോ ഒന്നുമല്ല. ഏതോ ഒരു മാധ്യമം എന്തോ ഒന്ന് പടച്ചുവിട്ടു, അതിൻ്റെ പേരിൽ അതൊരു ചർച്ചയ്ക്ക് എടുക്കുകയാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം, ഈ റിപ്പോർട്ടിൻ്റെ ഓതൻറ്റിസിറ്റി ഞാൻ ചോദ്യം ചെയ്യുന്നത് ഈ മാധ്യമ സ്ഥാപനം ആരാണ്, എന്താണ്, നാളെ ആർക്കെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് എന്ത് വേണമെങ്കിലും എഴുതി വിടാം, അതൊരു ചർച്ചാ വിഷയമായി മാറും ഈ രാജ്യത്ത് എന്ന് പറയുമ്പം നമ്മൾ എത്രത്തോളം അധപ്പതിച്ചു കഴിഞ്ഞു. കാരണം മവാ മൊയ്ത്ര ഈ ഒരു വിഷയത്തിൽ നിന്ന് ഒരു ഡൈവേഷണറി ടാക്ടിക്സ് ഉപയോഗിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. അവിടെ വെസ്റ്റ് ബംഗാളിലെ വലിയൊരു കലാപം അതിവിടെ ചർച്ച ചെയ്യപ്പെടുന്നേ ഇല്ല. അത് ഇവിടുത്തെ ഒരു മാധ്യമങ്ങൾക്കും താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. നേരെ മറിച്ച് മണിപ്പൂരാണെങ്കിലോ, മണിപ്പൂർ നമ്മൾ മാസങ്ങളോളം കർഷക സമരത്തോടായാലും നിങ്ങൾ അനുവർത്തിക്കുന്ന സമീപനം ഇത് തന്നെയാണ്. യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിച്ചു വിടാനാണ് ഇത്തരത്തിൽ കർഷക സമരവുമായി മുന്നോട്ട് വരുന്നതെന്നൊക്കെയാണ് നിങ്ങൾ പറയുന്ന വേർഷൻ. യഥാർത്ഥ പ്രശ്നങ്ങൾ, ജനകീയ പ്രശ്നങ്ങളോട്, ജനങ്ങൾ ഉയർത്തുന്ന വിഷയങ്ങളോട് നിങ്ങളുടെ സമീപനം കഴിഞ്ഞ കുറച്ച് നാളുകളായി നിങ്ങളുടെ ഒരു സമീപനം ഇങ്ങനെ തന്നെയാണ്. ഞാൻ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞത് എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുക തന്നെ വേണം. പക്ഷെ ഞാനിവിടെ റിപ്പോർട്ടിന്റെ ഓതന്റിസിറ്റി ചോദ്യം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ അവരുടെ ഫണ്ടിങ് മെക്കാനിസം എന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ അവർ പറയട്ടെ. കാരണം അവരിവിടെ ഇപ്പം നേരത്തെ സംസാരിച്ച ആളുകളൊക്കെ തന്നെ ഈ മുമ്പ് MP-മാരായിരിക്കുന്ന മന്ത്രിമാർ ആ സമയത്ത് എഴുതിയ കത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇവർ പറയുന്നത്. ഇത് എനിക്ക് മനസ്സിലാക്കുന്ന ഒരു കത്ത് അരുൺ ജെയ്റ്റ്ലിയെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള കത്തായിരുന്നു. അരുൺ ജെയ്റ്റ്ലി ജീവിച്ചിരിക്കുന്ന കാലത്ത് എഴുതിയ കത്ത്. അത് ഇപ്പോഴെങ്ങനെയാണ് ആക്സസ് ചെയ്തത് എനിക്കറിയാൻ കൗതുകമുണ്ട്. കാരണം എങ്ങനെയാണ് ഇവരുടെ ഈ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന്റെ ഈ ഒരു പാത എന്തായിരുന്നു, എങ്ങനെയാണ് അവർക്ക് ആ കത്ത് ആക്സസ് ചെയ്യാൻ പറ്റിയത്? ഈ പറയുന്ന ഇപ്പോൾ മന്ത്രിമാർ ആയിരിക്കുന്ന ഈ വ്യക്തികൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞോ? അല്ലെങ്കിൽ ഈ കത്തിന്റെ ഓതന്റിസിറ്റി എന്താണ് അത്രയെങ്കിലും പറയൂ. ഞാൻ വേറെ ഒന്നും ചോദിക്കുന്നില്ല. ഇങ്ങനെ 2 കത്ത് കിട്ടിക്കഴിഞ്ഞു എന്ന് ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനം പറഞ്ഞു കഴിഞ്ഞാൽ നടന്നു എന്നാണ് എനിക്കറിയേണ്ടത്. ഇത്തരത്തിൽ പുറത്തു വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നടപടിയെടുക്കാൻ പറ്റാത്തത്? അങ്ങനെയെങ്കിൽ ഇതിനെതിരെ നടപടിയെടുത്തുകൂടെ? ഇതൊരു വ്യാജ കത്താണ്, വ്യാജ നിർമ്മിതിയാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ഒരു നിയമ നടപടിയിലേക്ക് പൊക്കൂടെ? അത് ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ അത്തരത്തിലൊരു കാര്യം. അല്ല, പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിച്ച ഈ വിഷയം, പ്രതിപക്ഷം പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചു കഴിഞ്ഞോ? അങ്ങനെയെങ്കിൽ നമുക്ക് ചർച്ച നടത്താലോ. ഇത് മുമ്പ് ഏതോ പാർലമെന്റിൽ നിന്ന് ടെർമിനേറ്റ് ആയി കഴിഞ്ഞ ഒരു MP ഉന്നയിക്കുന്ന ഒരു ആരോപണം മാത്രമല്ലേ? പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചു കഴിഞ്ഞു, അതിന് BJP മറുപടി തരുന്നില്ല എങ്കിൽ നമുക്ക് സംസാരിക്കാം. ഇവിടെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇതിനൊരു വലിയ ചർച്ചാ വിഷയമാക്കി BJPയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു രീതിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഈ ഒരു BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള കോൾ മൈനിങ് പ്രോസസ്സിൽ അവർ നടത്തിയ ഒരു മാറ്റങ്ങളുണ്ട്. അതിനുശേഷം നമ്മൾ കാണാൻ തുടങ്ങിയ കാര്യം എന്താ വെച്ചാൽ കഴിഞ്ഞ ഒരു 9 വർഷം കൊണ്ട് കോൾ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇന്ത്യയുടെ 47% വർദ്ധിച്ചു കഴിഞ്ഞു. ഇതിന് നമ്മൾ കൃത്യമായിട്ട് മുമ്പത്തെ അല്ലെങ്കിൽ ബിഫോർ 2014 നമ്മളത് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു വലിയ വ്യത്യാസം കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഈ കൽക്കരി ഇറക്കുമതി അത് ഓരോ വർഷം അല്ലെങ്കിൽ ഓരോ ക്വാർട്ടറിൽ ഓരോ വർഷം വെച്ച് നോക്കുമ്പോൾ എനിക്കൊന്ന് ഒരു 15%. പക്ഷേ ഓരോ ക്വാർട്ടർ ബൈ ക്വാർട്ടർ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 5% ഒരു ഇടിവ് വരുന്നുണ്ട്. അത് താഴ്ന്നു വരികയാണ്. അപ്പോൾ നമ്മുടെ കോൾ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും നമുക്ക് ഈ ഇമ്പോർട്ട് നമുക്കിപ്പോൾ ആവശ്യം വരുന്നില്ല. അതായത് അത്രയ്ക്ക് നമ്മൾ ഇവിടെ കോൾ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂടിക്കഴിഞ്ഞു. അപ്പോൾ ഇമ്പോർട്ടിലുള്ള ഒരു ഡിക്ലൈനും
കോൾ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുള്ള ഇൻക്രീസും ഇത് രണ്ടും കൂടെ താരതമ്യം ചെയ്യുമ്പം എന്തുകൊണ്ടും 2014 ശേഷം കൊണ്ടുവന്ന പ്രോസസ്സിൽ വലിയൊരു എന്താ പറയുക ഒരു നേട്ടം നമുക്ക് ഈ ഒരു കോൾ മൈനിങ് സെക്ടറിൽ ഉണ്ടാക്കാൻ സാധിച്ചു എന്നല്ലേ മനസ്സിലാക്കുന്നത്. ശ്രീ മിഥുൻ വിജയകുമാറിന്റെ വാദം അതാണ്. അഡ്വക്കേറ്റ് സമ്പത്ത്, അങ്ങനെയാണോ ഈ കാര്യങ്ങൾ? കാരണം ഈ കൽക്കരി പ്രതിസന്ധി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണല്ലോ ഇന്ത്യയിലെ നിബിഡ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന അങ്ങേയറ്റം പ്രൊട്ടക്റ്റഡായ അവിടെ ഖനനം നടത്താൻ അനുമതിയില്ലാത്ത 2 ബ്ലോക്കുകളിൽ ഇത്തരത്തിൽ ഖനനം നടത്താൻ അദാനിക്ക് റൈറ്റ് കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ മിഥുൻ പറഞ്ഞതുപോലെ ഇവിടെ കോൾ പ്രൊഡക്ഷൻ കൂടുകയാണോ? കൽക്കരി ഇറക്കുമതി തന്നെ ആർക്ക് വേണ്ടിയാണ് എന്നുള്ള കാര്യത്തിലെല്ലാം ഈ രാജ്യത്തിന് അറിയാവുന്ന കാര്യങ്ങളാണ്. അരുണിമ, ഞാനൊരു ഫുൾ ഫ്ലഡ്ജഡ് ഡിബേറ്റിനൊന്നുമല്ല ഞാനിരിക്കുന്നത്. ഈ മിഥുനോട് എനിക്ക് സ്നേഹപൂർവ്വം, എൻ്റെ അനുജൻ്റെ പ്രായമേ വരുള്ളൂ, ഞാൻ വിനയപൂർവ്വമാണെങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ, ഈ വിഷയത്തെ നമ്മളിങ്ങനെ ഇങ്ങനെ ബീറ്റിംഗ് അബൌട്ട് ദ ബുഷായിട്ടൊരു വിഷയത്തെ കൊണ്ടുപോകരുത്. പാർലമെൻറ്റിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യപ്പെട്ട മുമ്പ്, ശരിയാണ്, ഞാൻ മുമ്പ് പാർലമെൻറ്റ് അംഗമായിരുന്നപ്പോൾ ഞാനുണ്ടായിരുന്ന സഭയിൽ നടന്ന ചർച്ചകൾ, ഞാൻ കൂടി പങ്കെടുത്ത ചർച്ച, ഞാൻ കണ്ടതും ഞാൻ കേട്ടതും ഞാൻ അറിഞ്ഞതുമായ വിഷയം, അതൊരു ചർച്ച, അത്തരം കാര്യം പബ്ലിക് ഡൊമൈനിൽ ഇത്തരത്തിലൊരു ചർച്ചയിൽ പറയുക എന്നുള്ളത് എൻ്റെ ചുമതല കൂടി ആയത് ഞാൻ അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലല്ല, ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. അത് സാമാന്യ മര്യാദ കാണിക്കും ചങ്ങാതി. ഞാനല്ല ഇപ്പം പറയുന്നത്, ഞാൻ താങ്കളുടെ സമയത്തിൽ ഞാൻ ഇടപെട്ടതേ ഇല്ല, ഞാൻ ആരുടെയും സമയത്തിൽ ഇടപെട്ടില്ല. അതുകൊണ്ട് തൽക്കാലം ഈ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത് നമുക്ക് പറയേണ്ട സമയത്ത് പറയാം. ഇന്ത്യയുടെ പ്രഷ്യസ് ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ്, അതായത് പ്രകൃതി വിഭവങ്ങൾ അബ്സല്യൂട്ട് ലൂട്ടാണ് നടത്തുക. അപ്പം നിങ്ങൾ വന്നിരുന്നിട്ട് നിങ്ങൾക്ക് ബി ജെ പിക്ക് വേണ്ടിയാണ് മിഥുന് പറയേണ്ടതെങ്കിൽ വലത് നിരീക്ഷകൻ എന്നുള്ളതിന് പകരം ബി ജെ പി എന്ന് പറയാം. നമ്മൾ ചില ബി ജെ പി ചങ്ങാതിമാരോട് ആർ എസ് എസിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആർ എസ് എസ് അല്ല, എന്നെക്കുറിച്ച് പറയരുതെന്ന് പറയും, ഞാനതല്ല എന്ന്. ഈ കറങ്ങിത്തിരിഞ്ഞ് എത്തുക എവിടെ എന്നുള്ളതിനെ സംബന്ധിച്ച് അതങ്ങ് ബി ജെ പി എന്നൊക്കെ ബി ജെ പിയുടെ സാമ്പത്തിക ശാസ്ത്രം തന്നെ നമ്മളങ്ങ് പറഞ്ഞാൽ മതി. നമ്മൾ വല്ലാതെ ഇപ്പം ഞാൻ സി പി എമ്മിനെ സ്വാഭാവികമായി സി പി എമ്മിൻ്റെ വക്താവ് എന്നുള്ള നിലയിൽ ഞാൻ പറയുമ്പോഴോ, ഇവിടെ നിജേഷ് സംസാരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ വക്താവ് എന്നുള്ള നിലയിലോ പറയുന്നത് പോലെ അങ്ങേക്കും അത് പറയാം. ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ ഇത് മുഴുവനും ഇപ്പം എന്താണ് ഒരു 3M എന്ന് ഈ ശ്രീ ജയറാം രമേശ് പറഞ്ഞതുപോലെ മോദി മെയ്ഡ് മൊണോപ്പൊളി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞ കാര്യത്തിൻ്റെ അദ്ദേഹത്തിന് തന്നെ, അതല്ലാതെ ഞാൻ അത് വാക്ക് കടമെടുക്കുകയല്ല. ഇത് സുപ്രീം കോടതി ഭരണഘടനാ സ്ഥാപനമാണ്, CAG ഭരണഘടനാ സ്ഥാപനമാണ്. ഈ 2 സ്ഥാപനങ്ങളും നേരത്തെ നമ്മുടെ ഈ കൽക്കരി ഖനനവുമായി ബന്ധപ്പെട്ട് കോൾ ബ്ലോക്ക് അലൊക്കേഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിൽ എഴുതിയിട്ടുള്ളത് സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൽ മുഴുവനും മാറ്റിമറിക്കുകയാണ്. 2 ഓർഡിനൻസുകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ ഓർഡിനൻസുകൾ ഒന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം, അത് ഓഗസ്റ്റ് മാസത്തിന് ശേഷം വന്നത്, മറ്റൊന്ന് ഡിസംബർ മാസത്തിൽ. ഇതിനിടയിലാണ് ഈ കത്തുകളെല്ലാം വന്നിട്ടുള്ളത്. കത്തുകൾ അത് ശരിയല്ല എങ്കിൽ അത് ബി ജെ പി അത്തരത്തിൽ പറയട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ 2 മന്ത്രിമാർ അത്തരം കാര്യങ്ങൾ പറയട്ടെ. പക്ഷെ പറഞ്ഞ വിഷയങ്ങൾ എന്താണ്? ഇപ്പോൾ ഇദ്ദേഹം തന്നെ ഞാനത് തർക്കത്തിന് വേണ്ടി മറുതർക്കം പറയുകയല്ല. ഞാൻ സൂചിപ്പിച്ചുവല്ലോ, ഓസ്ട്രേലിയയും ചൈനയും കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കൽക്കരി സമ്പത്തുള്ള രാഷ്ട്രമേത്? ഇന്ത്യ. ആ ഇന്ത്യയിൽ നമുക്ക് കൽക്കരിയുടെ ഖനനം അനിവാര്യമാണ്, കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കണം. അതുകൊണ്ടാണ് ഈ പറയുന്ന കൽക്കരിയുടെ ഉൽപ്പാദനം കൊണ്ട് മാത്രമേ നമ്മുടെ ഈ വളർച്ചാ വികാസം, അതിന് തെർമൽ പവർ പ്ലാന്റുകൾക്ക് പ്രവർത്തിക്കാനും മറ്റ് വ്യവസായങ്ങൾക്കും അനിവാര്യമാണെന്നും. എന്തിനാ പുറത്തുനിന്ന് വീണ്ടും ഇറക്കുമതി ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ തന്നെ വേറൊരു കാര്യം, ഇവിടെ ഉൽപ്പാദനം കൂടി എന്ന് പറയുമ്പോഴും എന്താണ് സംഭവിക്കുന്നത്? കോൾ ബ്ലോക്ക് അലോക്കേറ്റഡ് ആയിട്ടുള്ള കമ്പനികളോ കൺസോർഷ്യങ്ങളോ, ഇത് അവിടെ നിന്ന് ഓപ്പൺ മൈനിങ് ഉണ്ട്, ഈ ഭൂമിക്കടിയിലേക്ക് തുറന്നൊന്നും പോകാതെയൊക്കെ ചെയ്യാവുന്ന, ഇതൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്ത് വെച്ചേക്കുക എന്നുള്ളതാണ്. അത് പാർക്ക് ചെയ്ത് വയ്ക്കൽ മാത്രമല്ല, ഞാൻ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇത് ക്യാപ്റ്റീവ് മൈനിങ് ആണോ കൊമേഴ്ഷ്യൽ മൈനിങ് ആണോ? എൻഡ് യൂസ് പർപ്പസിന് അത്തരത്തിൽ പറഞ്ഞിട്ടാണോ ചെയ്തിട്ടുള്ളത്, അതല്ല ഇത് വാണിജ്യാടിസ്ഥാനത്തിലേക്കാണോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ ഇത്തരത്തിലൊരു സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെ സംബന്ധിച്ച്, നമുക്ക് കൽക്കരി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതില്ല, ഇതിൻ്റെ ഖനനമില്ല. ഇത് ഈ മധ്യപ്രദേശിലോ അതല്ലെങ്കിൽ പശ്ചിമ ബംഗാളിലോ ഇപ്പുറത്ത് ഛത്തീസ്ഗഡിലോ അങ്ങനെ പല സംസ്ഥാനങ്ങളിലും അവിടെയൊക്കെ ഉള്ളൊരു കാര്യങ്ങളെ സംബന്ധിച്ചുള്ള നമുക്ക് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്നതായിട്ടുള്ളൊരു കാര്യവുമല്ല. ഇത് വാസ്തവത്തിൽ ഇന്ത്യയുടെ വളരെ വിലപ്പെട്ട പ്രകൃതി സമ്പത്താണ്. ഇതൊരു കറുത്ത സ്വർണ്ണമെന്ന് വിശേഷിപ്പിക്കാവുന്ന. ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മൾ ഈ ബോംബെ ഹൈയെക്കുറിച്ച് ഇന്നൊരു വാർത്ത വന്നല്ലോ. യൂണിയൻ മന്ത്രി അവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളെല്ലാം പങ്കെടുത്ത അത്തരം കാര്യം, ഇത് നിധിയാണ് എന്നാണ് പറഞ്ഞത്. ഇനി ഇതൊക്കെയല്ലേ വിൽക്കാനുള്ളതല്ലേ? അതും കൂടി അങ്ങ് വിൽക്കാമല്ലോ. നമ്മൾ BPCL വിൽക്കാൻ വെച്ചിരിക്കുന്നത് പോലെ ഇത്തരം കാര്യങ്ങളിൽ ഇവിടെ ഇന്ത്യയിൽ വിൽക്കാനായി പ്രകൃതി വിഭവങ്ങൾ, ഈ കൽക്കരി ഇത്തരത്തിൽ വിൽക്കുന്നത്, ഈ പ്രകൃതി വിഭവങ്ങളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഉള്ള കൊള്ള എന്നുള്ളത് നടക്കുന്നത് എന്നത് ഇനി വേറൊന്നുമില്ല.
കൽക്കരിയുടെ കാര്യത്തിൽ ഇന്ത്യ അത്രമാത്രം സമ്പന്നമായ ഒരു രാഷ്ട്രം, ആ രാഷ്ട്രത്തിൻ്റെ ഈ പ്രകൃതി വിഭവങ്ങൾ ഈ വിധത്തിൽ വളരെ ചുളുവിലേക്ക് പാർലമെൻറ്റിലെ ചർച്ചകൾ ദയവായി ഒന്നെടുത്ത് പരിശോധിക്കുക. നിരീക്ഷകനായിരിക്കുമ്പോൾ അതും കൂടി ഒന്ന് ചെയ്യാമല്ലോ. പത്രപ്രവർത്തകൻ പ്രശാന്ത് കൂടെ ഉണ്ടല്ലോ. പാർലമെൻറ്റിൽ ഇത് സംബന്ധിച്ചിടത്ത് ആദ്യം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നിശ്ചിതമായ വിമർശനം ഇത് സംബന്ധിച്ച് ഉന്നയിച്ചതാരാണ്? BJPയുടെ നേതാക്കളല്ലേ? BJPയുടെ നേതാക്കളായിട്ടുള്ള നിരവധി ആളുകൾ ഇത് സംബന്ധിച്ച് അന്ന് ഈ കാര്യങ്ങൾ ഉന്നയിച്ച ആളുകൾ. അത് കഴിഞ്ഞതിന് ശേഷം BJPയുടെ തന്നെ ഗവൺമെൻറ് ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് എന്താ സംഭവിച്ചത്? അവരാരും പിന്നെ മിണ്ടിയില്ലല്ലോ. ഇപ്പോൾ കത്തിൻ്റെ അതിൻ്റെ ആ ഒരു വാല്യൂ എന്താണ്, അതിൻ്റെ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മളിവിടെ പറയുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഡോക്ടർ സമ്പത്ത്, മിഥുൻ എന്തോ പറയാനുണ്ട്, അദ്ദേഹം പറയട്ടെ. അല്ല, അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ രേഖകൾ പരിശോധിക്കൂ, അത് പരിശോധിക്കൂ, ഇത് പരിശോധിക്കൂ. ഇതുമായി ബന്ധപ്പെട്ട് താങ്കളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള രേഖ എന്താണ്? ഈ മാധ്യമ സ്ഥാപനത്തിന്റെ റിപ്പോർട്ട് ഒഴിച്ച് താങ്കളുടെ കയ്യിലുള്ള ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള റിപ്പോർട്ട് പറയാമോ? മിഥുൻ ഒരു കാര്യം ചെയ്താൽ മതി. താങ്കൾ മുമ്പ് ആളല്ലേ, അപ്പൊ താങ്കൾക്ക് ഒരു റിപ്പോർട്ടിന്റെ ക്രെഡിബിലിറ്റി വന്നതല്ല എന്റെ പൊന്നുകുട്ടി. ശരി, ഇവിടെ സുപ്രീം കോടതിയുടെ വിധിനായി താങ്കളുടെ കയ്യിൽ മോദി ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള എന്ത് റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ എന്ത്, ദയവ് ചെയ്ത് അതെടുത്ത് അങ്ങ് വായിച്ചാൽ മതി. അത് വായിച്ചാൽ മനസ്സിലാവില്ലല്ലേ? അതിൽ പറയുന്നുണ്ടോ? അല്ല, അതിൽ പറയുന്നുണ്ടോ? ഇനി എന്താ ഞാനൊന്ന് കൂട്ടിച്ചേർത്ത് കൊള്ളട്ടെ. ഇതില് എവിഡൻസ് എവിടെയാണെന്ന് ചോദിക്കുന്നു. ഈ എവിഡൻസ് എന്ന് പറയുന്നത് പാർലമെന്റിൽ CAG മുന്നോട്ട് വെച്ച റിപ്പോർട്ട് തന്നെയല്ലേ? ജൂലൈ 2016 CAG അത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വെച്ചില്ലേ? ഈ ഇത്തരത്തിൽ മൾട്ടിപ്പിൾ ബിഡേഴ്സ് വന്നുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഇത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് CAG 2016 ടേബിൾ ചെയ്തില്ലേ? ജൂലൈ 17 കോൾ മിനിസ്റ്റർ പാർലമെന്റിൽ ഇക്കാര്യം ഇത്തരത്തിൽ ബ്ലോക്കുകൾ അനുവദിക്കുന്നത് ക്രമവിരുദ്ധമാണ്, ഇത് ശരിയല്ല, നിയമപരമല്ല എന്ന് ജൂലൈ 2017 കോൾ മിനിസ്റ്റർ പാർലമെന്റിൽ പ്രസ്താവന നടത്തി. ഇതിനെ തുടർന്നല്ലേ ജൂൺ 2020 ഇതെല്ലാം വിട്ടൊഴിയാൻ മോദി സർക്കാർ തീരുമാനിച്ചത്. ഇതിൽ പറയും രേഖ ഈ പാർലമെന്റിൽ നടന്ന സംഭവങ്ങൾ തന്നെ ഏറ്റവും വലിയ തെളിവുകളല്ലേ ഇവിടെ വളരെ കൃത്യമായി ക്രമക്കേടുകൾ നടന്നു എന്നുള്ളതിന്. മിഥുൻ, എനിക്ക് തോന്നുന്നു അതിനുള്ള ഉത്തരം ഞാൻ താങ്കളുടെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ശ്രീ എ സമ്പത്ത് അദ്ദേഹം ഒരു പ്രീഓക്യുപ്പൈഡ് വന്നതുകൊണ്ട് അദ്ദേഹത്തിന് ചില കാര്യങ്ങളോട് പറയാനുണ്ടാവും. ഞാൻ പറഞ്ഞെന്താണ്, ഓപ്പറേഷണൽ കണ്ടിന്യൂറ്റി ഉറപ്പുവരുത്താൻ. അല്ലല്ല, ഇത് അദാനി ഗ്രൂപ്പ് പല സമയത്തായി വിമർശിക്കപ്പെട്ടത് ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ്. കാരണം അതായത് സെക്ഷൻ 11A, ആ ആക്ടിന്റെ സെക്ഷൻ 11ന്റെ 1 അതിലെ അമെൻമെന്റ് ആണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം. ഇതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള വിശദമായ എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഈ സർക്കാർ തന്നെ. അത് അദ്ദേഹം പാർലമെന്റ് മെമ്പർ ആയിരിക്കുമ്പോൾ കേട്ടില്ലേ? അപ്പോൾ അദ്ദേഹത്തിന്റെ ചില നെറേറ്റീവ്സ് മാത്രം പുഷ് ചെയ്യാനുള്ള ഒരു വേദിയാക്കി മാറ്റരുത് ഈ ചർച്ചയെ. കാരണം അതിൽ പറയുന്നത് ഓപ്പറേഷണൽ കണ്ടിന്യൂറ്റി ഉറപ്പുവരുത്താൻ വേണ്ടി മാത്രം, അതായത് അദാനി ഗ്രൂപ്പിന് എന്നല്ല, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സർക്കാർ സ്ഥാപനങ്ങൾക്കും പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്കും ഈ ഒരു പ്രോസസ് ഷിഫ്റ്റ് വരുമ്പോൾ, അതായത് പ്രോസസ്സിലേക്കുള്ള ഒരു ട്രാൻസിഷനിങ് പീരീഡ് ആണത്. ആ ട്രാൻസിഷനിങ് പീരീഡിൽ കോൾ പ്രൊഡക്ഷന്റെ ഒരു കാര്യം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നാണ് അവർ അതിന്റെ എക്സ്പ്ലനേഷൻ. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക, ഈ CAG റിപ്പോർട്ട് കണ്ടിട്ടില്ലേ, ഇതെന്തോ വലിയ അത്ഭുതം പോലെ, ഇത് വായിക്കാൻ അറിയില്ലേ? താങ്കൾക്ക് വായിക്കാൻ അറിയില്ലെങ്കിൽ അതെന്റെ കുഴപ്പമല്ല. താങ്കൾക്ക് ഇതിനുള്ള എക്സ്പ്ലനേഷൻ കേട്ട് കഴിഞ്ഞാൽ അത് മനസ്സിലാവുന്നില്ലെങ്കിൽ അതെന്റെ കുഴപ്പമല്ല. അപ്പൊ താങ്കൾ ഇതുപോലെ കാര്യങ്ങളുടെ റിപ്പോർട്ട് മാത്രം വായിച്ചാൽ പോരാ, അതിന്റെ എക്സ്പ്ലനേഷൻ കൂടെ ഈ ക്രമക്കേടിൽ ആരാണ് ബെനഫിഷ്യറി എന്നുള്ള ചർച്ചയാണ് ഇനി രണ്ടാം ഘട്ടത്തിൽ നടക്കേണ്ടത്. കോൺഗ്രസ് പ്രതിനിധി നിജേഷ് അരവിന്ദിലേക്കാണ്. നിജേഷ്, ഇപ്പോൾ മിഥുൻ ഇവിടെ പറഞ്ഞു വെച്ചത് അദാനിയെ വളർത്തിയത് നിങ്ങളാണ് എന്നാണ്. അതായത് അദാനിക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്തത് കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോഴാണ് എന്നാണ് പറയുന്നത്. മറുപടി ഒന്ന്, കഴിഞ്ഞ ധവളപത്രത്തിനകത്ത് പറഞ്ഞത് 1.86 ലക്ഷം കോടി രൂപയുടെ അഴിമതി നടന്നു എന്നാണ്. ഞാൻ ആ നിരീക്ഷകനോട് ചോദിക്കുന്നത്, ആ അഴിമതി നടത്തിയ ആളുകളെ നിയമപരമായിട്ട് BJP ഗവൺമെൻറ് എന്ത് ചെയ്തു? ഒന്നാമത്തെ ചോദ്യം. 2, UPA ഭരണകാലത്ത് അന്ന് പുറത്തു വന്ന അല്ലെങ്കിൽ അന്ന് പ്രചരിപ്പിക്കപ്പെട്ട അഴിമതിയുടെ ഭാഗമായി 20 ദിവസം പാർലമെൻറ്റ് സ്തംഭിപ്പിച്ചത് ഒരു CAG റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അതേ CAG റിപ്പോർട്ട് തന്നെയാണ് മിസ്റ്റർ മിഥുൻ ഇപ്പോഴുമുള്ളത്. മൂന്നാമത്തെ കാര്യം,
കോൺഗ്രസ് ഭരണകാലത്ത് അല്ലെങ്കിൽ UPA ഭരണകാലത്ത് സുരേഷ് കൽമാടി ഉൾപ്പെടെ D. രാജ ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടക്കുകയും ചെയ്തത് അതേ കോൺഗ്രസ് ഗവൺമെൻറ് തന്നെയായിരുന്നു. 10 വർഷക്കാലത്തെ നരേന്ദ്രമോദി ഗവൺമെൻറ് ഈ കാലഘട്ടത്തിൽ അനധികൃതമായി പണം വാങ്ങിയ എത്ര പേരെ, അഴിമതി നടത്തിയ എത്ര പേരെ അറസ്റ്റ് ചെയ്തു? 4. നിങ്ങൾ ഇപ്പോൾ അഴിമതിക്ക് എതിരെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അദാനി പണമുണ്ടാക്കി എന്ന് നിങ്ങൾ അവകാശപ്പെടുമ്പോൾ ഈ അടുത്ത കാലത്ത് കോൺഗ്രസിൽ നിന്ന് ഒരു മുൻ മുഖ്യമന്ത്രി BJPയിലേക്ക് പോയി. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ആദർശ കുംഭകോണം ഫ്ലാറ്റ് കുംഭകോണം വന്നപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് കോൺഗ്രസ് മാറ്റിയതാണ്. അങ്ങനെ അന്ന് ഏറ്റവും കൂടുതൽ സമരം മഹാരാഷ്ട്രയിലും ഇന്ത്യയിലും ചെയ്തത് BJP ആയിരുന്നു. ഒരു പ്രയാസവുമില്ലാതെ ആ സ്കാം നിലനിൽക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തെ BJPയിലേക്ക് എടുക്കാൻ ഒരു പ്രയാസവും BJPക്ക് വന്നിട്ടില്ല. ഇതുതന്നെയാണ് നിങ്ങൾ അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമീപനം. നിലപാടല്ല നിങ്ങളുടെ ഈ ചർച്ച അവസാന ഘട്ടത്തിലേക്ക് പോകേണ്ടതുണ്ട്. പ്രശാന്തിലേക്ക് കൂടി. പ്രശാന്ത്, ഇതാണ് പറയുന്നത്, UPA എന്ന് പറയുന്നത് UPAയുടെ ഒരു കണ്ടിന്യൂഷനാണ് BJP എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം അന്ന് സുപ്രധാന പദവികളിലിരുന്ന പലരുമാണ് അവിടെ മന്ത്രിമാരായതും MP-മാരായതും. അങ്ങനെ ഒരു ട്രാൻസിഷൻ സംഭവിച്ചത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ അഴിമതി അതുപോലെ അനുസ്യൂതം ഇപ്പോഴും തുടരുന്നു എന്ന് പറയുന്നതിൽ തെറ്റുണ്ടാകുമോ? ഒരു സംശയവുമില്ല നീലിമ. UPA കാലത്ത് ഏതെല്ലാം വിധത്തിൽ അഴിമതി നടന്നോ അതേ രീതിയിൽ തന്നെ NDA കാലത്തും അല്ലെങ്കിൽ 1-2 മോഡി സർക്കാരിൻ്റെ കാലത്തും തുടരുന്നു എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടുകളും മറ്റും വ്യക്തമാക്കുന്നത്. ഇപ്പോൾ റിപ്പോർട്ടിൻ്റെ ആധികാരികതയെക്കുറിച്ച് വലത് നിരീക്ഷകൻ വീണ്ടും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല. റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് എന്നത് ഒരു കൂട്ടം മാധ്യമപ്രവർത്തകരുടെ, അന്വേഷണാത്മക മാധ്യമപ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ്. അവർ ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അന്വേഷണാത്മക ജേർണലിസമാണ് അവരുടെ ജോലി എന്ന് പറയുന്നത്. അവർ ഈ റിപ്പോർട്ടിനൊപ്പം വളരെ കൃത്യമായി 2 കത്തുകളും കൊടുത്തിട്ടുണ്ട്, 2 കത്തുകളുടെ പകർപ്പും കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ കിട്ടി എന്നാണ് BJP ഒക്കാരുടെ സംശയം. നിങ്ങളുടെ കേന്ദ്രത്തിൽ തന്നെയാവും കിട്ടിയിട്ടുണ്ടാവുക. കാരണം രാജീവ് ചന്ദ്രശേഖരൻ ഇനി രാജ്യസഭയിലേക്ക് സീറ്റ് കൊടുത്തിട്ടില്ല. ഞാൻ പറയട്ടെ രാജീവ് ചന്ദ്രശേഖരന് രാജ്യസഭയിലേക്ക് അവസരം BJP നൽകിയിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരനോട് കേരളത്തിൽ നിന്ന് ജയിച്ചു വരാനാണ് BJP നേതൃത്വം ആവശ്യപ്പെടുന്നത്. കേരളത്തിൽ നിന്ന് സ്വപ്നത്തിൽ ജയിക്കാനാവില്ലെന്ന് രാജീവ് ചന്ദ്രശേഖരൻ അറിയാം. അദ്ദേഹത്തിന് കത്ത് കൊടുത്തുകൂടെ? ഇനിയിപ്പോൾ മറ്റേ കേന്ദ്രമന്ത്രി അദ്ദേഹത്തെ ബീഹാറിൽ അദ്ദേഹത്തിന് അവിടെ സീറ്റ് നിഷേധിക്കുകയാണ്. അദ്ദേഹത്തിന് കൊടുത്തുകൂടെ? അന്വേഷണാത്മക മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതാണ്. മോഡി മീഡിയ ചെയ്യുന്നത് പോലെ മോഡിയുടെ പാദപൂജയല്ല റിപ്പോർട്ടേഴ്സ് കളക്റ്റീവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മാധ്യമപ്രവർത്തകന്റെ പേരാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഒരു പേരുമില്ലാത്ത ആളല്ല, ശ്രീ ഗിരീഷ് ജലിഹാൾ. റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് എന്ന് വളരെ കൃത്യമായി പുറത്തു വന്നത്. മാധ്യമപ്രവർത്തകർക്ക് കേസെടുക്കാൻ കഴിയുമോ? കഴിയില്ല. നോക്കൂ അല്ലല്ല താങ്കൾ വായിക്കുന്ന റിപ്പോർട്ടിലെ ബൈലൈൻ അല്ല ഞാൻ ചോദിച്ചത്. ഇതിന്റെ എഡിറ്റോറിയലിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു മാധ്യമപ്രവർത്തകന്റെ പേര് പറയുന്നത് എഴുത്തുകാരനല്ല ഡിസൈഡ് ചെയ്യുന്നത്. ആ ബൈലൈൻ ആയിരുന്നു. ആ ബൈലൈൻ അല്ല ഞാൻ ചോദിച്ചത്. എഡിറ്റോറിയൽ പോളിസി അല്ലെങ്കിൽ എഡിറ്റോറിയൽ പോളിസി ആരും നിശ്ചയിക്കുന്നത്? എഡിറ്റോറിയൽ വളരെ കൃത്യമാണ്. എഡിറ്റോറിയൽ ടീമിന്റെ ഭാഗമായി നിൽക്കുന്ന പ്രശാന്ത് ഒന്ന് പറയട്ടെ. ാണെങ്കിൽ ആ റിപ്പോർട്ടിൽ കേന്ദ്രമന്ത്രിമാരാണ്. അവർക്ക് നടപടിയെടുക്കാമല്ലോ. എന്തുകൊണ്ട് അവർ നടപടിയെടുക്കുന്നില്ല? ഈ റിപ്പോർട്ട് വന്ന് മണിക്കൂറുകൾ പിന്നിട്ടല്ലോ. അവരിതേക്കുറിച്ച് പ്രതികരിച്ചോ? ഈ റിപ്പോർട്ട് അടിസ്ഥാനരഹിതമാണെങ്കിൽ നിയമ നടപടിക്ക് പോകാമല്ലോ. അവർ ചെയ്തോ? ഇല്ലല്ലോ. അപ്പോൾ അവർക്കില്ലാത്ത വേവലാതി എന്തിനാണ് ഇവിടുത്തെ വലത് നിരീക്ഷകർ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് ആ മാധ്യമ സ്ഥാപനത്തിന്റെ വിശ്വാസത്തിന്റെ പ്രശ്നം അവിടെ നിൽക്കട്ടെ, അവിടെ അത് തീരുന്നു. മറ്റൊന്ന്, എന്താണ് ഈ അദാനി ഗ്രൂപ്പിന് വേണ്ടി എത്ര ഇതോടെയാണ് അദ്ദേഹം വാദിക്കുന്നത്? വലത് നിരീക്ഷകൻ വാദിക്കുന്നത് തൻ്റെ സ്വന്തം സ്ഥാപനം മാതിരിയാണ്. UPA കാലത്ത് വളർന്നു. UPA കാലത്ത് നോക്കൂ, 2013 അദാനിയുടെ സ്വത്തെന്ന് പറഞ്ഞ് വെറും $190 കോടി മാത്രമാണ് 2013. മോഡി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായതിനു ശേഷം 9 മാസം കൊണ്ട് $600 കോടി എത്തി. പ്രധാനമന്ത്രി ആയില്ല, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മാത്രം. $600 കോടി. ഇന്നത് ഏതാണ്ട് $10,000 കോടി എത്തിയിരിക്കുകയാണ്. എത്രയാണ് വളർച്ച? എവിടെ നിന്നാണിത്? എങ്ങനെയാണ് ഈ രാജ്യത്തെ തുറമുഖങ്ങളും അല്ലെങ്കിൽ വിമാനത്താവളങ്ങളും ഈ പറയുന്ന കൽക്കരിപ്പാടങ്ങളും എല്ലാം ഈ ഒരു വ്യക്തിയിലേക്ക്, ആ വ്യക്തിയുടെ സ്ഥാപനത്തിലേക്ക് പോകുന്നത്? ഗുരുതരമായ ആക്ഷേപങ്ങൾ ഹിൻഡൻബർഗ് റിപ്പോർട്ടിലൂടെ മറ്റും പുറത്തു വന്നിട്ട് എന്തെങ്കിലും അന്വേഷണത്തിന് ഈ സർക്കാർ തയ്യാറായിട്ടുണ്ടോ? അപ്പോൾ ഒരു സംശയമില്ലാതെ തങ്ങൾക്ക് വേണ്ടപ്പെട്ട ചില കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ മോഡി സർക്കാർ, 1-2 മോഡി സർക്കാർ പ്രവർത്തിച്ചതെന്ന് ഈ പറയുന്ന കണക്കുകളിൽ നിന്നെല്ലാം വ്യക്തമാണ്. ഇവിടെ വളർന്നിരിക്കുന്നത് അംബാനിയും അദാനിയും പോലുള്ള ചില വൻകിട കോർപ്പറേറ്റുകൾ മാത്രമാണ്. അല്ലാതെ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളല്ല മോഡി ഭരണത്തിൽ.
അവർക്ക് എല്ലാ സംരക്ഷണവും ഒരുക്കാൻ മാത്രമാണ് മോഡി സർക്കാർ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ അന്വേഷണവും അട്ടിമറിക്കപ്പെടുകയാണ്. അതിപ്പോൾ റഫാൽ വിമാന ഇടപാടായാലും ഇപ്പോൾ ഈ പറയുന്ന കൽക്കരി ഇടപാടുകളായാലും അദാനിയുടെ കൽക്കരി ഇറക്കുമതിയെക്കുറിച്ച് മുമ്പേ ബഹുമാനപ്പെട്ട സമ്പത്ത് ഇവിടെ പറഞ്ഞിരുന്നു. എത്ര തിരിമറിയാണ് അവിടെ നടന്നിരിക്കുന്നത്. വിപണി വിലയുടെ പല ഇരട്ടി ഇവിടെ ഇറക്കുമതി വിലയെ കാണിച്ചുകൊണ്ട് തട്ടിപ്പ് കാട്ടുകയാണ്. കാരണം ആ കൽക്കരി ഉപയോഗിച്ചാണ് ഇവിടുത്തെ വൈദ്യുതി ഉൽപ്പാദനമെന്നും ആ കൽക്കരിയുടെ വിലക്കനുസരിച്ച് വൈദ്യുതിക്ക് വില വാങ്ങാമെന്നും അദാനിക്കറിയാം. ഗുജറാത്തിലെ വൈദ്യുതി കമ്പനിയിൽ തന്നെ തട്ടിപ്പ് കാട്ടിയില്ലേ? 4000 കോടി രൂപയല്ലേ ഗുജറാത്തിലെ വൈദ്യുതി കമ്പനിക്ക് അദാനി ഗ്രൂപ്പിന് അധികമായി നൽകേണ്ടി വന്നത്. ഇപ്പോൾ വിവാദമായപ്പോൾ അവർ ആ പണം തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതല്ലേ ഈ അദാനിയുടെ ഈ കൽക്കരി ഇറക്കുമതിയിലെ തട്ടിപ്പിനെ കുറിച്ച് റവന്യൂ ഇൻ്റലിജൻസിൻ്റെ അന്വേഷണം അത് അട്ടിമറിക്കപ്പെട്ടില്ലേ? അങ്ങനെ ഏതെല്ലാം വിധത്തിലാണ് അദാനി ഗ്രൂപ്പിന് സംരക്ഷണം ലഭിക്കുന്നതും അവരുടെ സ്വത്ത് പല മടങ്ങായി വർദ്ധിക്കുന്നതും. 600 കോടിയിൽ നിന്ന് 10,000 സമ്പത്ത് ഇതെല്ലാം എത്തി നിൽക്കുന്നത് ഇതിപ്പോൾ പോർട്ടുകളുടെ കാര്യമായാലും കൽക്കരി പാടങ്ങളുടെ കാര്യമായാലും വിമാനത്താവളങ്ങളുടെ കാര്യമായാലും ഇതെല്ലാം എത്തി നിൽക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഈ വിഷയത്തിലേക്കാണ്. എങ്ങനെയാണ് BJPക്ക് ഇത്ര രീതിയിൽ മറ്റ് തൊട്ട് പുറകിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയേക്കാൾ 6 ഇരട്ടിയൊക്കെ ഇത്തരത്തിൽ തുക സമാഹരിക്കാൻ കഴിയുന്നത് ഏത് വിധമാണ് എന്ന് ഒരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാകുന്ന സാഹചര്യത്തിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഈ ഇലക്ട്രൽ ബോണ്ട് വിഷയം ഇനിയും സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് വരുമ്പോൾ ഈ കണക്കുകളൊക്കെ കേന്ദ്ര സർക്കാരിന് നൽകാൻ കഴിയുമോ? ആരാണ് പൈസ നൽകിയത്? കോൺഗ്രസിൻ്റെ കൂടി വിഷയമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സമയം തീരുന്നതിനിടയിലാണെങ്കിലും ഇത് ഈ ക്രോണി ക്യാപിറ്റലിസത്തിൻ്റെ ഒരു വലിയ നമുക്ക് എടുത്ത് പഠിപ്പിക്കാൻ കഴിയുന്ന, വരുംകാലത്തും കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു ഉദാഹരണമാണിത്. ക്രോണി ക്യാപിറ്റലിസത്തിൻ്റെ, ശിങ്കിടി മുതലാളിത്തത്തിൻ്റെ. ഇത് വിൻഫോൾ പ്രോഫിറ്റ്സ് എന്നൊക്കെ പറയുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പഠിപ്പിക്കുന്നതിനകത്ത് അതിനേക്കാൾ കടുകട്ടിയായിട്ടുള്ളൊരു കാര്യത്തിൻ്റേതാണ്. ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ BJP ചെയ്തിട്ടുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസിങ് ദ കറപ്ഷൻ, അഴിമതിയെ വ്യവസ്ഥാപിതവൽക്കരിക്കപ്പെടുക, അതാണ് ചെയ്യുക എന്നുള്ളത്. നിയമപരമായി തന്നെ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഇതിൽ ഭേദഗതി വരുത്തുന്നു, ഇങ്ങനെ ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങളിൽ കൂടിയാണല്ലോ ഇലക്ട്രൽ ബോണ്ടെല്ലാം അങ്ങനെയല്ലേ വന്നത്, ഒറ്റയടിക്കാണല്ലോ. മണി ബില്ലിൻ്റെ ഭാഗമായ ഒരു കാര്യം കൊണ്ടുവന്നാൽ ലോക്സഭയിൽ ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് പാസ്സാക്കിയെടുത്ത് അത്തരം കാര്യം വരുന്നു. ഒരിടത്തും വേറെ ചോദ്യം ചെയ്യേണ്ടതില്ല, അവിടെ സ്പീക്കറാണ് അതിൻ്റെ റൂളിംഗ് നൽകുന്നത്, സ്വാഭാവികമായി മണി ബില്ലിൻ്റെ ഭാഗമാണ്. അങ്ങനെ എന്തെല്ലാം വരുന്നു. ഇത്തരത്തിലുള്ള ഒരുപാട് മാനിപ്പുലേഷൻസ് നടത്തുക എന്നുള്ളതാണ്. ഇത് ചോദ്യം ചെയ്യരുത് എന്നുള്ളതാണ്. ചോദ്യം ചെയ്താൽ വലിയ പ്രശ്നവുമാവും. കാരണം നിരവധി മാധ്യമപ്രവർത്തകർ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ളത് അവർ ഗുജറാത്ത് പോലീസ് അടക്കം അവരെ വേട്ടയാടുന്നതും പിന്നീട് സുപ്രീം കോടതിയിൽ വരെ അവരുടെ ജാമ്യഹർജിയുമായി പോകേണ്ടി വന്നതുമെല്ലാം നമ്മുടെ നാട്ടിലെ ഏറ്റവും ഒടുവിലത്തെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇത് അഴിമതിയെ വ്യവസ്ഥാപിതമാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ NDA ഗവൺമെൻറ്, മോദി സർക്കാർ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പാർലമെൻറ്റിനെയും അതിനായി ദുരുപയോഗപ്പെടുത്തുകയാണ്. ചോദ്യം ചെയ്യുന്ന പാർലമെൻറ്റ് അംഗങ്ങളെ പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കും, അത്രയേ ഉള്ളൂ. അവരെ സസ്പെൻഡ് ചെയ്യും, അവരെ എല്ലാം പുറത്താക്കിക്കൊണ്ട്. അത് മുമ്പും കണ്ടതാണ്, ഇപ്പോഴും നമ്മൾ കാണും. ഇനിയും അവർ അധികാരത്തിൽ തുടരുവോളം കാലം ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് ഉണ്ടാവുക. ഇനി ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് തന്നെ വേണ്ട എന്നവർ പറയുന്ന കാലത്ത് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയോടനുബന്ധിച്ച് പുറത്തു വന്ന ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കാം. അഴിമതിക്ക് പേരുകേട്ട കേന്ദ്രഭരണ തന്ത്രം ഇന്ന് തച്ചുടയ്ക്കാൻ അണിനിരക്ക് കൂട്ടരെ. ഒരുപക്ഷെ അവർക്ക് വന്ന അബദ്ധമാണെങ്കിൽ കൂടി ഒരു സത്യമായി നമ്മുടെ മുന്നിൽ വസ്തുതകൾ അങ്ങനെ നിൽക്കുകയാണ്. ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയം 1 മണിക്കൂർ ചർച്ച ചെയ്ത് ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുത്ത ഡോക്ടർ എ. സമ്പത്ത്, നിജേഷ് അരവിന്ദ്, മിഥുൻ വിജയകുമാർ, M. പ്രശാന്ത്, എല്ലാവർക്കും വളരെയധികം നന്ദി.